ആ സമയത്ത് അബൂ തൽഹ പറയുന്നുണ്ട്, റബ്ബേ, എൻ്റെ ഈ ഭാര്യ ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞ ശേഷം ഒരിക്കൽ പോലും ആ പെണ്ണ് അല്ലെങ്കിൽ എൻ്റെ ഈ ഭാര്യ എന്നെ കഷ്ടപ്പെടുത്തിയിട്ടില്ല. ഏതെങ്കിലും ഒരു നിലക്ക് എന്നെ കഷ്ടപ്പെടുത്തിയിട്ടില്ല. എന്റെ ജീവിതത്തിൽ അവൾ എന്നെ കഷ്ടപ്പെടുത്തിയിട്ടില്ല. മറത്തൻ വാഹിദ, ഒരിക്കലെങ്കിലും. അതുകൊണ്ട് റബ്ബേ, അവളെ തൊട്ട് നീ തൃപ്തിപ്പെടണം. കാരണം ഞാൻ അവളെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, നീയും അവളെ തൃപ്തിപ്പെടണം. തൃപ്തിപ്പെട്ടാൽ മാത്രം പോരാ, നീ തൃപ്തിപ്പെട്ടവരെ പ്രവേശിപ്പിക്കുന്ന സ്വർഗത്തിൽ നാഥ എൻ്റെ ഈ ഭാര്യയെ നീ പ്രവേശിപ്പിക്കണം. അബൂ തൽഹയുടെ പ്രാർത്ഥനയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ജീവിതത്തിൽ മനുഷ്യന് നൽകുന്ന അസ്വസ്ഥത അത് തന്നെയാണല്ലോ. അബൂ തൽഹയുടെ കുഞ്ഞ് മരിച്ചപ്പോൾ ഈ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടല്ലോ, ലാ തുഹദ്ദിസു, നിങ്ങൾ ആരും അബൂ തൽഹ ഇങ്ങോട്ട് വരുമ്പോഴേക്ക് വിളിച്ച് കുട്ടി മരിച്ചിട്ടോ ഓൻ്റെ കഴിഞ്ഞ് നിങ്ങൾ വിളിച്ചു തരാൻ നിൽക്കണ്ട. ഇല്ലാ മാ ഉഹദ്ദിസു, ഞാൻ പറയുമ്പോ പറഞ്ഞാൽ മതി. ആള് മരിച്ചു കഴിഞ്ഞപ്പോ അയലോക്കക്കാരൊക്കെ വരും, അവിടെ ആളും പാളും ലൈറ്റും ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്തായാലും സംഭവം എന്നറിയല്ലോ. പക്ഷെ നിങ്ങൾ ഏതായാലും ഒന്നും വിളിച്ചു പറയണ്ട, ഞാൻ പറയുമ്പോ എൻ്റെ ഭർത്താവ് അറിഞ്ഞാൽ മതി. അങ്ങനെയാ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന ഭർത്താവിന് വേണ്ടുന്ന പരിചരണങ്ങളൊക്കെ നൽകിയതിന്റെ ശേഷം ഭർത്താവിനോട് ഭാര്യ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ. ഏത്? നമ്മൾ ഒരാളോടൊരു സാധനം വായ്പ വാങ്ങിയിട്ട് അതിന്റെ ഉടമസ്ഥൻ തിരിച്ചു ചോദിക്കുമ്പോൾ കൊടുക്കാൻ വിഷമം ഉണ്ടാവുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അയാൾ പറഞ്ഞ വിഷമിക്കേണ്ടിയില്ലല്ലോ, ചോദിക്കാൻ നിർത്തിയാൽ തന്നെ ഒരു സാധനം രണ്ടാമത് കിട്ടൂല. നമ്മൾ വായ്പ ഉണ്ടെന്നിട്ട് പിന്നെ ഓല് ചോദിക്കേണ്ടി വരുന്ന ഘട്ടം വന്നാൽ തന്നെ രണ്ടാം നമ്പർ ഏർപ്പാടാണ്. അപ്പൊ അവിടെ ഇദ്ദേഹത്തിന് മുഖവരിയിടുകയാണ്. എങ്കിൽ അള്ളാഹു നൽകിയത് അള്ളാഹു തിരിച്ചെടുത്തിരിക്കുന്നു, നിങ്ങളുടെ കുട്ടി മരിച്ചിരിക്കുന്നു എന്ന് പറയാതെയാണ് പറഞ്ഞു. അതന്നെ നിങ്ങൾ ആലോചിച്ചു, ആ ഒരു കുട്ടി മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനെ വിഷമല്ലാതെക്കുക. പക്ഷെ വിഷമിച്ചിട്ട് പരിഹാരം ഉണ്ടാകുന്ന ഒന്നല്ലാതെ അള്ളാഹു നൽകിയത് അള്ളാഹു തിരിച്ചെടുത്തു എന്നുള്ള സമാധാനത്തിന്റെ അള്ളാഹു നൽകിയതിൽ അമിതമായി സന്തോഷിക്കാതിരിക്കുകയും അള്ളാഹു തടഞ്ഞതിൽ അല്ലെങ്കിൽ അള്ളാഹു നൽകാത്തതിൽ ദുഃഖിക്കാതിരിക്കുകയും ചെയ്യുന്ന ജീവിതത്തിന്റെ പരുവമുണ്ടല്ലോ മനുഷ്യൻ എത്തിപ്പെടേണ്ടെന്ന്, അത് പഠിപ്പിച്ചു കൊടുത്തതാ. അവിടെ നമ്മൾ ആലോചിച്ചു നോക്കുക, ഈ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഹൃദ്യത, ഒരനുഭൂതി ജീവിതത്തിൽ ആളുകൾക്ക് ഈ വിവാഹം കൊണ്ട് ലഭ്യമാകുന്നുണ്ടോ? അങ്ങനെ ആലോചിക്കണല്ലോ. മാഷയായിട്ട് പറയാറുണ്ട്, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യ ഇങ്ങനെ ഓരോന്ന് ആവശ്യപ്പെട്ടു പറഞ്ഞു, അങ്ങനെ അത് വേണം, ഈ സൗകര്യം വേണം, അത് അങ്ങനെയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞല്ലോ, ഭർത്താവേ, എടി ഞാൻ ഗൾഫിൽ അത്ര ശമ്പളം ഉണ്ട്, കാരണം വാപ്പാനോട് പറഞ്ഞതേ ശമ്പളം ഉണ്ടായിട്ടല്ല, ഞാൻ അതിൻ്റെ പേരിൽ കല്യാണം മുടങ്ങണ്ടായിട്ട് ഞാൻ ശമ്പളം എത്തിപ്പിച്ച് പറഞ്ഞതാ, എനിക്ക് അത്ര ശമ്പളമൊന്നുമില്ല, ഞാനിഞ്ഞ് പെട്ടെന്ന് ലീവിൽ വന്നിപ്പോൾ ശമ്പളമല്ലേ ഉണങ്ങിയ ഗൾഫാന്ന് എത്തിഞ്ഞ് കെട്ടിച്ചേരാക്കണ്ടാളുള്ള ആൾക്ക് ശമ്പളം എത്തിച്ച് പറഞ്ഞതാ, ഇജ്ജ് പറഞ്ഞ സൗകര്യങ്ങളൊക്കെ പാടെ ചെയ്തു തരാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഓള് പറഞ്ഞേ, ഞാൻ നിങ്ങളെ കിട്ടാൻ വേണ്ടി എൻ്റെ വയസ്സ് പൗതിയാക്കി പറഞ്ഞതാണെന്നല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടാവും ഒരു സംഗതി. ശമ്പളം ഇരട്ടിപ്പിച്ച് പറഞ്ഞപ്പോ ഓള് തോന്നും ഇങ്ങോട്ടുമാക്കി. അപ്പൊ അവിടെ ജീവിതത്തിൽ ഇപ്പൊ ആളുകൾ കാണുന്ന ഒരു കാഴ്ച എന്താ? ഈ പുറമോടിയിലാണ് ആളുകൾ കാണുന്നത്. ബാഹ്യമായ ചേഷ്ടകളാണ് ജീവിത വിജയത്തിന് നിധാനം എന്ന ആളുകൾ ചിന്തിക്കുന്നു. മറിച്ച് നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ ഒരു അനുഭൂതി. ജീവിതത്തിൽ മതം മനുഷ്യന് നൽകുന്ന ഒരു അനുഭൂതി ഇല്ലേ? ആ മതം മനുഷ്യന് അനുഭൂതി എന്താ? മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ. അങ്ങനെയുള്ള ഒരു അനുഭൂതി മനുഷ്യന് ഇങ്ങോട്ട് നൽകുമ്പോൾ എന്താ കാര്യങ്ങള്? നമ്മൾ ഈ കൃത്രിമത്വങ്ങളില്ലാത്ത, ജാടകളില്ലാത്ത, അല്ലെങ്കിൽ അഭിനയങ്ങളില്ലാത്ത, കലർപ്പില്ലാത്ത, ഒരു നേർക്കുനേരെ നാട്യങ്ങളില്ലാത്ത ജീവിതമുണ്ടാവും. ഇന്ന് ജീവിതത്തിൽ നാട്യങ്ങളാണ്. അതുകൊണ്ടാ പ്രച്ഛന്ന വേഷം ഒരു കലയാണ്. പഴയ മനുഷ്യരൊക്കെ ഇന്ന് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അഭിനയത്തിന്റെ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇപ്പൊ എന്താ നിങ്ങള് വീട് പെയിന്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എല്ലാ അൽമരയൊക്കെ തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒഴിവാക്കി വീട് പെയിന്റ് ചെയ്യാൻ വലിയ പെയിന്റ് ചെയ്യാനല്ല പണി, ആ സാധനം ഒഴിവാക്കലും പിന്നെ അത് തിരിച്ചു വെക്കലാണ് പണി എന്നറിയില്ല.
അപ്പൊ അതിൻ്റെ ഇടയിൽ വാപ്പാൻ്റെ ഒരു കല്യാണ ഫോട്ടോ കിട്ടിയോലെ മകന്. വാപ്പിമ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, രണ്ടാളിങ്ങനെ കൂടിക്കണ ഫോട്ടോ, അതിലിങ്ങനെ ചിരി. അപ്പം പറയും, വാപ്പ അന്നത്തെ ചിരി കാണാൻ നല്ല രസമുണ്ടല്ലോ പറഞ്ഞ മകനെ. 10-25 കൊല്ലം മുമ്പത്തെ ഫോട്ടോ ആണ്, അലമറ തട്ടിയപ്പോ കിട്ടിയതാ. അപ്പൊ വാപ്പ പറഞ്ഞു, അത് അവസാനത്തെ ചിരിയാടാ, പിന്നെ ചിരിച്ചിട്ടില്ലായിരുന്നോ. അവസാനത്തെ ചിരിയാണ് ആ ചിരിച്ച, ആ കല്യാണം കഴിഞ്ഞിട്ട് ആ ചിരി, പിന്നെ ചിരിക്കാൻ വാപ്പാക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ തുടങ്ങി ജീവിതത്തിന്റെ ഭാരങ്ങൾ പേറിയുള്ള ഓട്ടത്തിനിടയിൽ ചിരിക്കാൻ മറന്നുപോയി എന്നർത്ഥം. അങ്ങനെ ആവാൻ പാടില്ലല്ലോ. ഉള്ളതിൽ ഒരു സംതൃപ്തി വേണ്ടേ? റസൂല പഠിപ്പിച്ച മനസ്സ് നൽകുന്ന ഒരു ഐശ്വര്യം. ആ ഐശ്വര്യം വിഭവങ്ങളുടെ ആധിക്യമല്ല, വിഭവങ്ങൾ നേടിയെടുത്തതിന്റെ വർധനവോ ബാങ്കിലെ അക്കൗണ്ടിന്റെ വർധനവോ ഇതൊന്നുമല്ല മനുഷ്യൻ നൽകുന്ന സമ്പന്നത എന്ന് പറയുന്നത്. നിർവൃതി. ജീവിതത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പൂന്തിങ്കളാകുന്നു ഭാര്യ എന്നല്ലോ മനുഷ്യന്റെ. ആ ഒരു പൂർണ്ണചന്ദ്രന്റെ നിലാവോടുകൂടി ഉദിച്ചുയരുന്ന ആ പ്രശോഭയോടുകൂടി സ്വീകരിക്കാൻ നിൽക്കുന്ന ജീവിതത്തിന്റെ ഒരു വല്ലാത്ത ധർമ്മമുണ്ട്. അങ്ങനെയാകുമ്പോഴാ ആലോചിച്ച് നോക്കൂ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായതിന്റെ ശേഷം മറ്റൊരു കല്യാണം ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു വാക്കുണ്ട്, മിൻ ബാദി ഖദീജ. ഖദീജക്ക് ശേഷം എന്നോട് മറ്റൊരു കല്യാണം ചെയ്യാൻ പറയുകയാണോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്നാൽ ഖദീജ ബീവിയുടെ ശേഷം ഇനിയൊരു കല്യാണമോ? എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കേണ്ടി വരുന്നത്? ജീവിതത്തിൽ അനുഭവിക്കേണ്ടുന്ന സംഗതികളെല്ലാം ഒരു മാതാവിൻ്റെ സ്നേഹം കൊടുക്കാൻ, ഒരു ഭാര്യയുടെ സമാശ്വാസം കൊടുക്കാൻ, ഒരു കൂട്ടുകാരുടെ സ്വാന്തനം കൊടുക്കാൻ എല്ലാം പ്രതിജ്ഞാബദ്ധമായി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരവസ്ഥ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ നിന്ന് പനി പിടിച്ച് ആ വഹീന്റെ രംഗമൊക്കെ ഹദീസ് വിശദീകരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ നബി വരുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ ഒരു സംഗതി നബിയോട് ചോദിച്ചില്ലല്ലോ. സമ്മിലൂനി സമ്മിലൂനി, എന്നെ പുതപ്പിട്ട് മൂടുക, എന്നെ പുതപ്പിട്ട് മൂടുക എന്ന് പറഞ്ഞ നബി വരുമ്പോ ആദ്യം ചെയ്യുന്ന എന്താ? പുതപ്പിട്ടാണ് മൂടി. നബിയെ ശാന്തമായ പനിക്ക് നന്നായി ഒന്ന് പുതച്ച് മൂടിക്കൊടുത്തു. അല്പം ആശ്വാസം കിട്ടിയപ്പോഴാണ് ഖദീജ ചോദിക്കുന്നത്, അല്ല നിങ്ങൾക്ക് എന്തേ സംഭവിച്ചത്? ഇപ്പോൾ അത് ചോദിക്കേണ്ട സമയമല്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ നാട്ടിൽ പൊരുത്താൻ അങ്ങനെ എന്തോ ബേജാറായിട്ട് വരികയാണെങ്കിൽ അത് കണ്ട ഭാര്യ ഇങ്ങോട്ടാണ് പോകുക ആദ്യം തന്നെ. അവിടെയല്ല, ഇവിടെ ഇപ്പൊ പ്രശ്നം പരിഹരിക്കണം. പുതപ്പിട്ട് മൂടി, പുതപ്പിട്ട് മൂടിയതിന് ശേഷം ചോദിക്കുന്ന എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? എന്നിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഇത് മാ യുഹ്സികല്ലാഹു അബദൻ. ബുഖാരിയൊക്കെ മറിച്ച് നോക്കിയാൽ നേരെ ഇങ്ങനെ കാണും ആ വാക്കുകൾ. അള്ളാഹു ഒരിക്കലും നിങ്ങളെ നിന്ദ്യനാക്കുകയില്ല. മാ യുഹ്സികല്ലാഹു അബദൻ, അള്ളാഹു ഒരിക്കലും നിങ്ങളെ നിന്ദ്യനാക്കുകയില്ല. താങ്കൾ കഷ്ടപ്പെടുന്നവനും വസ്ത്രം നൽകുന്നവനും കാലവിപത്തേറ്റവന് ശാന്തി നൽകുന്നവനും അതിഥിയെ ആദരിക്കുന്നവനും, ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനാ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും ഒരു ബുദ്ധിമുട്ടും വരില്ല. അള്ളാഹ് നിങ്ങളെ നിന്ദ്യനാക്കുകയില്ല. ഇത് മറ്റൊരാൾ കേൾക്കാൻ വേണ്ടി ഖദീജ റളിയല്ലാഹു അൻഹ നബിയുടെ ഗുണഗണങ്ങൾ വിശേഷിപ്പിച്ചതല്ല, ഉള്ളതുപോലെ പറഞ്ഞതാണ്. പഞ്ചായത്തിലേക്ക് ഇലക്ഷൻ നടക്കുമ്പോൾ വനിതാ വാർഡിൽ മത്സരിച്ചൊരു പെണ്ണ് ഇതുപോലെ അവിടെ പ്രസംഗത്തിന് പോയപ്പോ അവിടെ നിൽക്കുമ്പോൾ മകൻ പറയുന്ന വാക്കെന്താ? ഉമ്മ, വെറുതെ നിങ്ങൾ നിൽക്കണ്ട, പറമ്പിൽ ഒരു പാള പോലും ആർക്കും കൊടുക്കാതെ വെട്ടിമുറിച്ചിട്ട് അതിനെ മറ്റു കാര്യം കൊണ്ടുപോകുന്ന കരുതിയിട്ട്. പറമ്പിൽ വേനൽക്കാലത്ത് കഴുങ്ങിന്റെ ചോട്ടിൽ വീട് പട്ടയും പാലയും അയൽക്കാർക്ക് കൊടുക്കൂല, കൊടുക്കാക്കാൻ വേണ്ടി വേറെ അരിയാക്കത്തിയിട്ട് മുറിച്ചിടുമ്പോൾ അതിന്റെ ചോട്ടിൽ തണലായിക്കോട്ടെ, ആരെങ്കിലും ചൂലിട്ടാൻ കൊണ്ടുപോകുമെന്ന് പേടിച്ചിട്ടാണ്. എന്നിട്ട് അതാണ് പഞ്ചായത്തേക്ക് നിൽക്കുന്നത്. അവൻ മകൻ പറഞ്ഞു കൊടുക്കുക, വെറുതെ കെട്ടിയച്ചാൽ കിട്ടൂല നിങ്ങൾക്ക്, ഒരു പാള വരെ ആർക്കും കൊടുക്കാത്ത നിങ്ങൾ വെറുതെ എന്തിനാ നിൽക്കണെന്ന മകന്റെ ചോദ്യമാണ്. അവിടെയാണ് ഖദീജ റളിയല്ലാഹു അൻഹയോട് നബിയെ പറ്റി ഖദീജ പറയുന്നത്, നിങ്ങൾക്ക് വരില്ല, അള്ളാഹ് നിങ്ങളെ വസലാക്കൂല. ഇതെന്താ? ഇതാണ് ജീവിതം എന്ന് പറയുന്നത്.
നേർക്ക് നേരെ നമ്മെ അടുത്തറിയുന്ന, നമ്മെ കുറിച്ച് മനസ്സിലാക്കിയ ഭാര്യ പറയുന്നു ഇത് ജീവിതം വിജയകരമാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ, അതിലൂടെ വളർന്നു വരുമ്പോൾ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒന്നെന്താ കാര്യങ്ങൾ, നമ്മൾ ഇവിടെ കണ്ണടക്കുമ്പോഴും നമുക്ക് ശാന്തി ഉണ്ടാവും. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഔ വലദുൻ സ്വാലിഹുൻ യദൂലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മക്കൾ ഉണ്ടാവുക ഒരു മനുഷ്യന്റെ വിജയമായി റസൂലുള്ളാഹി പറഞ്ഞതാണ്. എന്താണ് അതിന്റെ ഒക്കെ അവസ്ഥ ആലോചിച്ച് നോക്കുന്നത്? അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മക്കൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ഒരു മരണത്തിന് സാക്ഷിയായപ്പോൾ പെട്ടെന്ന് മരിച്ച ഒരു മനുഷ്യൻ അറ്റാക്കായി മരിച്ചുപോയി. അപ്പോൾ അയാളുടെ മയ്യത്ത് നമസ്കാരത്തിന് ആളുകൾ എമ്പാടും കൂടിയിട്ടുണ്ട്. എല്ലാ വിഭാഗം ആളുകളും രോഗിയായി കിടക്കുമ്പോൾ കുറെ ആൾക്കാരൊക്കെ പിന്നെ വന്നു നോക്കി പോയി ഒക്കെ ഉണ്ടാവും. അറ്റാക്കായി മരിക്കുമ്പോൾ ഞാൻ ഇന്നലെ പോയിനി അറിയാൻ വയ്യ, അത് കഴിഞ്ഞു വീണാണ് മരിച്ചതാ. അങ്ങനെ മകൻ വന്നു. മകൻ ദൂരസ്ഥലത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. തലസ്ഥാന നഗരിയിൽ നിന്ന് വന്ന് മകൻ വന്ന് ഇമാം നിന്നപ്പോൾ മകൻ ഒറ്റ തക്ബീർ, അല്ലാഹു അക്ബർ, പിന്നൊരു വിവരമില്ല. പിന്നെ മൂപ്പര് തക്ബീറും ചെല്ലണില്ല, റുകൂക്കും പോടില്ല, ഒടുക്കും പോടില്ല, അങ്ങനെ നിൽക്കന്നെ. കുറേ നേരം കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞ ഒച്ചയൊക്കെ ഉണ്ടാക്കി നോക്കി, ഒടുക്കൊന്ന് പോയി കിട്ടണ്ടേ, തക്ബീർ കെട്ടിക്കുടുങ്ങി നിൽക്കുകയാണേ. കാരണം മരിച്ചവന്റെ പണി തീർന്നു പോയി, മരിക്കാത്തവന് പണി ഉണ്ടല്ലോ. ഇത് എന്തെങ്കിലും നായി കിട്ടിയാൽ പോകാൻ നേരത്തെ നോക്കും, ഇത് ഒടുക്കും പോടില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പൊ തൊട്ട് ബാക്കിലുള്ള പണ്ഡിതൻ മൈക്കിന് വാങ്ങിയിട്ട് പറഞ്ഞു, സഹോദരങ്ങളെ ആ നിന്നോട്ട് തന്നെ അവിടെ നിൽക്കണം, നമ്മളെ നിസ്കാരം ശരിയായിട്ടില്ല. കാരണം മകൻ വാപ്പ മരിച്ച ടെൻഷനും പിന്നെ യാത്രയൊക്കെ പാടെ ആയിട്ട് എന്താ അറിയില്ല, നിസ്കാരം ശരിയായിട്ടില്ല, ഒന്നും കൂടി മാറ്റി നിസ്കരിക്കണം എന്നാണ്. അപ്പൊ മകൻ പറഞ്ഞവൻ നിങ്ങൾ എന്നെ നിന്നോളിട്ടോ എന്നാണ്. കാരണം ഓൻ ആകെ ഒരിക്കൽ മയ്യത്ത് നിസ്കരിക്കാൻ വന്നാണ്. വാപ്പ ഒരിക്കലേ മരിക്കുള്ളൂ. പക്ഷെ അതിന്റെ മുമ്പ് ഓൻ ചെയ്തിട്ടില്ല. IT രംഗത്ത് കീറി മുറിക്കാനുള്ള ഇൽമോനുണ്ട്. പക്ഷെ അവിടെ ഞാൻ പറഞ്ഞു, നമ്മുടെ മക്കൾ പഠിക്കേണ്ടത് പഠിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യം വേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു പിതാവ് മറുപടി പറഞ്ഞല്ലോ, എൻ്റെ മകൻ എന്നെ പരിഗണിക്കുന്നില്ല, എന്നെ കഷ്ടപ്പെടുത്തുകയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ആ മകനെ വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്നെക്കുറിച്ച് നിന്റെ വാപ്പ പരാതി പറഞ്ഞല്ലോ. അപ്പൊ ഉമർ റളിയല്ലാഹുവിനോട് ഈ മകൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ശരിയാണ്. പക്ഷെ വാപ്പ എന്നുള്ള നിലക്ക് മക്കൾക്ക് ചെയ്തു തരേണ്ട ചില ബാധ്യതകളില്ലേ? ഉണ്ട്. ആ എന്തൊക്കെയാ? ഉമർ റളിയല്ലാഹുവിനോട് ചോദിക്കാൻ ഈ മനുഷ്യൻ, ഈ കുട്ടി, നല്ല പേര് നൽകണം, അന്തസ്സുള്ള അഭിമാനമുള്ള പേര് നൽകണം. അപ്പൊ എന്റെ വാപ്പ എനിക്കിട്ട പേര് വണ്ട് എന്നാണ്, എന്റെ വാപ്പട്ട പേരാണ്. പിന്നെന്താണ്? പിന്നെ ഖുർആൻ പഠിപ്പിക്കണം. എന്റെ വാപ്പന്റെ ഒരു ഹർഫ് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. ആ സമയത്ത് ഉമർ റളിയല്ലാഹു വാപ്പയോട് പറയുന്നൊരു വാക്കുണ്ട്, അഖഖ്തഹു, നീ അവൻ ആദ്യം ബുദ്ധിമുട്ടാക്കില്ലേ, നിന്നെ അവൻ ബുദ്ധിമുട്ടാക്കുന്നതിന് മുമ്പ്. അപ്പൊ അവിടെ നമുക്ക് പറയാൻ കഴിയണം, അവനെ പഠിപ്പിക്കേണ്ടത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ മകൻ അറിയേണ്ടത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തിരിച്ചു മനസ്സിലാക്കേണ്ട ഒരു സംഭവം കൂടിയുണ്ട്. അൽഖമ റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, അൽഖമക്ക് രോഗിയാണ്, വല്ലാത്ത രോഗം കൂടുതലാണ്, ഒന്ന് വന്ന് പ്രാർത്ഥന ചെയ്തൊരു ആശ്വാസം കൊടുക്കാൻ വേണ്ടി നബിന്റെ അടുത്ത് വന്നതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ബിലാലിനെയും സൽമാൻ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും പറഞ്ഞു, നിങ്ങളൊന്ന് പോയി നോക്കിന്നാണ്. അങ്ങനെ അവര് പോയി നോക്കിയിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബി, അൽഖമക്ക് കെലിമ ചൊല്ലി ഇശാരയാക്കിയിട്ട് ചെല്ലാൻ കഴിയുന്നില്ല, കെലിമ ചൊല്ലിക്കൊടുത്തിട്ട് ചെല്ലാൻ കിട്ടുന്നില്ല അൽഖമക്ക്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചോദിച്ച ചോദ്യം അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ജീവിച്ചിട്ടുണ്ടോ എന്നാണ്. അപ്പൊ ബിലാൽ പറഞ്ഞു, മാതാവുണ്ട്, ഉപ്പ മരിച്ചുപോയി, വയസ്സായ ഒരു ഉമ്മ അവിടെ കൂട്ടിരിപ്പുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ആ ഉമ്മയോട് എൻ്റെ അടുത്തേക്ക് വരാൻ പറയുക, അവരോട് സലാം പറയുക, കഴിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരികയും ചെയ്യാമെന്നും പറയുക. അങ്ങനെ ബിലാൽ ചെന്നിട്ട് ആ ഉമ്മയോട് പറയുമ്പോൾ മൂലയിൽ ചാരി വെച്ച വടിയെടുത്തിട്ട് നബിന്റെ അടുത്തേക്ക് ആ പെണ്ണ് നടന്നു വരുന്നുണ്ട്. നടന്നു വരുമ്പോ സലാം പറഞ്ഞ് നബിന്റെ അടുത്ത് എത്തിയപ്പോൾ നബി ചോദിക്കുന്ന ചോദ്യം, കൈഫ കാന ഹാലുകി വ ഹാലുഹു, അല്ല ഈ അൽഖമയുടെയും നിന്റെയും ഇടയിലുള്ള അവസ്ഥ എന്താ പെണ്ണെ? നിന്റെയും നിന്റെ മകൻ അൽഖമയുടെ അവസ്ഥ എന്താ? ആ സമയത്ത് ആ ഉമ്മ പറയുന്ന, നബിയെ, നല്ല മനുഷ്യൻ, ദാനധർമ്മങ്ങൾ കണക്കില്ലാതെ ചെയ്യുന്ന മനുഷ്യൻ,
നോമ്പും നമസ്കാരങ്ങൾക്ക് എമ്പാടും അനുഷ്ഠിക്കുന്ന മനുഷ്യൻ. അപ്പോ നബി പറഞ്ഞു, അതല്ല ഞാൻ ചോദിച്ചു, കൈഫ കാന ഹാലുകി വഹാലുഹു, നിന്റെയും അവന്റെ ഇടയിലുള്ള അവസ്ഥ എനിക്കറിയണ്ട. ഓരോ നിസ്കാരം നോയിപ്പോന്ന് എനിക്കറിയണ്ട. ഞാൻ ചോദിച്ച ചോദ്യം, മകനായ നിന്റെ അൽഖമ നിന്നോടുള്ള പെരുമാറ്റം എന്താണ്? അപ്പ ഉമ്മ പറഞ്ഞേ, അത് ലേശം വിഷമത്തിലാണ് നബി. അവനെന്നെ ചീത്ത പറയാറുണ്ട്, അവന്റെ ഭാര്യ എടുത്തു വെച്ച് അവനെന്നെ ചീത്ത വിളിക്കാറുണ്ട്, അതിലെന്റെ മനസ്സിന് അല്പം വിഷമം ബാക്കി നിൽക്കുന്നുണ്ട് എന്ന്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ബിലാൽ അല്പം വിറക് ശേഖരിക്കുക, അൽഖമയെ തീയിട്ട് കരിക്കട്ടെ എന്ന്. അപ്പോ അൽഖമയുടെ മാതാവ് പറയുന്നത്, നബിയെ സമറാത്തു ഖൽബി, എന്റെ ഹൃദയത്തിന്റെ പഴമാണ് എന്റെ മകൻ, അവൻ നിങ്ങളുണ്ട് കരിച്ചു കളയെ. എന്താ ഈ കേൾക്കുന്നത്? നരകത്തിൽ അവരെ കരിക്കുന്നതിനേക്കാൾ നല്ല ദുന്യാവിൽ കരിച്ചു കളയലാന്ന റസൂലുള്ളാഹി പറഞ്ഞ മറുപടി. ഉടനെ പറഞ്ഞു, നബിയെ ഞാൻ എന്റെ മകന് മാപ്പ് കൊടുക്കാം, എന്റെ മകനുള്ള എല്ലാ പ്രശ്നങ്ങളും ഞാൻ മാപ്പാക്കാം. അങ്ങനെയാണ് അൽഖമ കലിമ ചൊല്ലി മരിച്ചു പോയത് എന്ന് ബാക്കി വിശദീകരിക്കുന്നു. ഞാൻ സൂചിപ്പിക്കുന്ന എന്താ, നമ്മുടെ പെരുമാറ്റങ്ങളുടെ മക്കൾ പഠിച്ചെടുക്കുന്നത് നമ്മുടെ ദീനാണ്, നമ്മുടെ സംസ്കാരം, നമ്മുടെ വേഷവിധാനങ്ങളിൽ, ഇടപാടുകൾ, ആഹാരക്രമങ്ങളിൽ എല്ലാറ്റിലും ദീൻ എന്നുള്ളത് മികച്ചു നിൽക്കുകയും ദീനിന് വേണ്ടി ചെയ്യുന്ന സേവനമാണ് സേവനം എന്ന് മനസ്സിലാക്കുകയും നാട്യങ്ങളില്ലാതെ, കാപ്പട്യങ്ങളില്ലാതെ, കാട്ടിക്കൂട്ടലുകളില്ലാതെ നേർക്ക് നേരെ നമ്മോട് ചോദിക്കുക. ഉമർ അള്ളാഹു പറഞ്ഞല്ലോ, അള്ള വിചാരണ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്ന് വിചാരണ ചെയ്ത് നോക്കുക. അതാ നമ്മൾ ചെയ്യേണ്ടത്. എൻ്റെ ജീവിതം ദീനാണോ? ദീൻ അനുസരിച്ചു കൊണ്ടല്ലാതല്ലാത്ത വല്ല പെരുമാറ്റങ്ങളോ പ്രവർത്തനങ്ങളോ എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചിട്ട്, ഇല്ല എങ്കിൽ ധൈര്യമായി മുന്നോട്ട് പോവുക. പരാജയങ്ങളും പോരായ്മകളും ഉണ്ട് എങ്കിൽ തിരുത്തി സംശുദ്ധമായി മുന്നോട്ട് പോവുക. അങ്ങനെ ഹൃദ്യമായ ഒരു ജീവിതം ഇഹത്തിലും പരത്തിലും പടച്ച റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പടച്ച റബ്ബ് നമ്മുടെ ഈ സാലിഹായ ഈ ഒത്തുകൂടൽ ധന്യമായ ഒരു അമൽ സാലിഹായി തീർക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ബഹുമാന്യരായ അധ്യക്ഷൻ പ്രിയങ്കരനായ അബ്ദുൽ അസീസ് മാസ്റ്റർ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും ഇവിടെ ചെലവഴിക്കുന്ന ഈ സമയവും നമുക്ക് നല്ല അമലുകൾ മാത്രം തുണയായിത്തീരുന്ന മറ്റൊരു ലോകത്ത് ഒരു നല്ല അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള ഒരുമിച്ച് കൂടലിൽ നമ്മുടെ ചരിത്രം നമ്മൾ തന്നെ സ്വയം ഒന്ന് ഓർമ്മിക്കുക എന്നത് ഏറെ വിലപ്പെട്ടതാണ്. നമ്മുടെ ചരിത്രത്തോട് നമ്മൾ ചെയ്യുന്ന ഒരു നീതിയാണത്. പുളിക്കലിന് സമീപമുള്ള ഒരു പ്രദേശം എന്ന നിലക്ക് കേരളത്തിലെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനവുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു പ്രദേശമാണ് പുളിക്കൽ. പ്രസ്ഥാനത്തിൻ്റെ വൈജ്ഞാനികവും വിദ്യാഭ്യാസപരവുമായ മുന്നേറ്റങ്ങൾക്ക് പുളിക്കലിൻ്റെ മണ്ണ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രസ്ഥാനം ത്യാഗചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളുള്ള ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിലൂടെ കടന്നുപോയ ഓരോ പണ്ഡിതനും, ഓരോ നേതാവും, ഓരോ സാധാരണക്കാരനായ പ്രവർത്തകനും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയും എതിർപ്പുകളിലൂടെയുമാണ് ഈ പ്രസ്ഥാന മാർഗത്തിൽ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമല്ല ഒരാൾ മുജാഹിദാവുക എന്നത്. ചിലപ്പോൾ സംഘടന കൊണ്ട് മുജാഹിദാവുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാവും. പക്ഷെ ജീവിതം കൊണ്ട് ഒരാൾ മുജാഹിദാവുക എന്നുള്ളത് അത്ര എളുപ്പം നടക്കുന്നൊരു കാര്യമല്ല. കാരണം ജീവിതം കൊണ്ടുള്ള ജിഹാദ് ഒരിക്കലും സ്വന്തത്തിന് ഭൗതികമായ നേട്ടങ്ങൾ സമ്മാനിക്കുന്ന ഒരു പ്രവർത്തനമേ അല്ല. അവനവന് ഭൗതികമായ നേട്ടങ്ങളുള്ളത് ഏതൊരു പ്രവർത്തനമാണെങ്കിലും എല്ലാവർക്കും അതിൽ വലിയ താല്പര്യം ഉണ്ടാവും. പക്ഷെ അതേസമയം
ഇസ്ലാമികമായ ജിഹാദ് എന്നത് ഭൗതികമായ അർത്ഥത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, ഒരുപാട് നഷ്ടങ്ങൾ സഹിക്കേണ്ടിയും വരും. ജീവിതം കൊണ്ട് മുജാഹിദാവുക എന്നത് ഒരുപാട് പ്രതിസന്ധികൾ നേരിടുകയും വലിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും ചെയ്യേണ്ട ഒരു പ്രശ്നമാണത്. സാധാരണ നമ്മൾ ഷഹാദത്തിനെ കുറിച്ച് പറയാറുണ്ടല്ലോ. ഷഹാദത്ത് എന്നത് ചൊല്ലാൻ വളരെ എളുപ്പമാണ്, ഒരു പ്രയാസമില്ലാത്തൊരു കാര്യമാണത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. പക്ഷെ ഒരാളുടെ ജീവിതം ഷഹാദത്ത് ആവുക എന്നുള്ളത് എളുപ്പമല്ല. ഷഹാദത്ത് ചൊല്ലാൻ എളുപ്പമാണ്, ജീവിതം ഷഹാദത്ത് ആകാൻ എളുപ്പമല്ല. മുസ്ലിം ആവുക എന്നുള്ളത് എളുപ്പമാണ്, പക്ഷേ മുസ്ലിം ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് പ്രയാസമാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ഒരാൾ മുസ്ലിമായി, അത്രയേ ഉള്ളൂ. മുസ്ലിം ആകാൻ എളുപ്പമാണ്, പക്ഷെ മുസ്ലിം ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമല്ലാത്തൊരു പ്രവർത്തനമാണ്. ഓരോ സെക്കൻഡിലും ഒരാൾ മുസ്ലിം ആകണം. അയാളുടെ പൈസയും അയാളുടെ വരുമാനവും അയാളുടെ കൈകാലുകളും അയാളുടെ പ്രവർത്തനങ്ങളും ഇതൊക്കെ ഇസ്ലാമാകണം. അതാണ് വദ്ഖുലൂ ഫിസ്സിൽമി കാഫ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ പൂർണ്ണമായും ഇസ്ലാമിലേക്ക് പ്രവേശിക്കാം, അതൊന്നും എളുപ്പമല്ല. അങ്ങനെയാണെങ്കിൽ ജിഹാദിൻ്റെ മാർഗം എന്നത് പ്രതിസന്ധികൾ നിറഞ്ഞൊരു മാർഗമാണ്. പക്ഷെ അതിലൂടെ പോയാലേ നമ്മൾ ഉദ്ദേശിച്ചിടത്ത് നമ്മൾ എത്തുള്ളൂ. ഇപ്പം നമ്മളെ വീട്ടിലേക്കൊരു വഴിയുണ്ട്, ആ വഴിയിൽ കല്ലും മുള്ളും കരിമ്പാറകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ റോട്ടിലൂടെ പോയാലേ നമ്മളെ വീട്ടിലേക്ക് എത്തുള്ളൂ. ഇപ്പുറത്ത് നല്ലൊരു റോഡുണ്ട്, മനോഹരമായൊരു റോഡ്, സിമെന്റ് പാത വിരിച്ച റോഡ്. അതിൻ്റെ ചുറ്റുഭാഗങ്ങളിലും ഒരുപാട് പൂക്കളും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വഴിയാണത്. പക്ഷെ ആ വഴിയിലൂടെ അതിൻ്റെ ചൊറുക്ക് കണ്ടിട്ട് നമ്മൾ പോകാൻ നിന്നാൽ വേറൊരു വീട്ടിലാണ് ചെന്നെത്തുക. നമ്മുടെ വീട്ടിലേക്കുള്ള വഴി പ്രയാസമുള്ള വഴിയാണെങ്കിലും ആ വഴിയിലൂടെ പോയാലേ നമ്മുടെ വീട്ടിലേക്ക് എത്തുള്ളൂ. അപ്പം നമ്മൾ ആ വഴിയിലൂടെ തന്നെ പോകും. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴി എന്നത് ഇങ്ങനെ പ്രയാസം നിറഞ്ഞൊരു വഴിയാണ്. നമ്മുടെ ലക്ഷ്യം എത്ര വലുതാണോ അത്രയും നമ്മുടെ കഷ്ടപ്പാട് വർദ്ധിക്കും. ഇപ്പം എനിക്ക് ഈ ഗ്ലാസ് എടുക്കണം, അത് വളരെ എളുപ്പമുള്ളൊരു പണിയാണ്. കാരണം ഗ്ലാസ് എടുക്കുക എന്നുള്ളത് എനിക്കൊരു ലക്ഷ്യമാണ്, പക്ഷെ അത് ചെറിയ ഒരു ലക്ഷ്യമാണ്. ചെറിയ ഒരു ലക്ഷ്യം എനിക്ക് നേടാൻ ചെറിയ അധ്വാനമേ ആവശ്യമുള്ളൂ. അതേസമയം വലിയ ഒരു ലക്ഷ്യം എനിക്ക് നേടണമെന്നുണ്ടെങ്കിൽ വലിയ അധ്വാനം ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വർഗം എന്നത് വലിയൊരു ലക്ഷ്യമാണ്. ലക്ഷ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ലക്ഷ്യമാണ് സ്വർഗം നേടുക എന്നുള്ളത്. അത് എളുപ്പം നടക്കുന്നതല്ല. പല ആളുകളും വിചാരിച്ചത് അത് വളരെ എളുപ്പമാണെന്നാണ്. പക്ഷേ അങ്ങേയറ്റത്തെ ത്യാഗവും സഹനവും ഉറക്കമൊഴിക്കലും വെയിൽ കൊള്ളലും ഇതൊക്കെ ഒരാൾ അനുഷ്ഠിക്കാൻ തയ്യാറാകുമ്പോഴാണ് അയാളുടെ ആ ലക്ഷ്യത്തിലേക്ക് അയാൾക്ക് എത്താൻ കഴിയുള്ളൂ. പ്രസ്ഥാനത്തിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് നന്നാകാനും മറ്റുള്ളവരെ നന്നാക്കാനുമാണത്. മറ്റുള്ളവരെ നന്നാക്കാൻ മാത്രമുള്ളതല്ല പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് കൂടി നന്നാവാനുള്ളതാണ്. നമ്മൾ വസ്ത്രം അലക്കാറുണ്ടല്ലോ, വസ്ത്രം അലക്കണത് എന്തിനാ? വസ്ത്രത്തിലെ ചളി പോവാനാണ്. പക്ഷെ നമ്മളൊരു കല്ലിൽ അതിങ്ങനെ അലക്കി കുറെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കയ്യിലെ ചളിയും പോയിട്ടുണ്ടാവും. കയ്യിലെ ചെളി പോകാനല്ല നമ്മൾ വസ്ത്രം അലക്കിയത്, പക്ഷെ വസ്ത്രത്തിലെ ചെളിയും പോയി, നമ്മുടെ കയ്യിലെ ചെളിയും പോയി. ഇതാണ് പ്രസ്ഥാന പ്രവർത്തനം. നമ്മൾ മറ്റൊരാൾക്കൊരു വിഷയം പറഞ്ഞു കൊടുക്കുന്നതോടുകൂടി അത് നമ്മൾ കൂടി ഉൾക്കൊള്ളുമ്പോഴാണ് അത് അള്ളാഹു ഉദ്ദേശിച്ച തരത്തിലുള്ളൊരു ദഅവത്തായി മാറുന്നത്. ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരാള് ഒരു പാലത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ മിഠായി വിതരണം ചെയ്യാണ്. അയാളുടെ കയ്യിൽ നല്ല മധുരമുള്ള മിഠായി ഉണ്ട്. 5 പൈസ കൊടുക്കേണ്ട അയാൾ വെറുതെ തരും. പക്ഷെ ആർക്ക് അയാൾ കൊടുത്തിട്ട് അവരൊന്നും അത് വാങ്ങണില്ല. ഒരു ചെറിയ കുട്ടി വരുന്നുണ്ട്. ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ മിഠായി കണ്ട ചാടി വീഴുന്ന ആൾക്കാരാണ്. പക്ഷെ ആ കുട്ടി അത് വാങ്ങിയില്ല. അടുത്തേക്ക് എത്തി ഇങ്ങനെ നോക്കിയിട്ട് കുട്ടി പോയി. വേറൊരാൾ വന്ന് അയാൾക്ക് കൊടുത്ത ആൾ വാങ്ങിയില്ല, ആരും വാങ്ങില്ല. പിന്നെ ഒരു കണ്ണില്ലാത്ത ഒരാളിങ്ങനെ വരുന്നുണ്ട്, കണ്ണ് പൊട്ടനായ ഒരാള്. അയാളോട് ഇങ്ങനെ പറഞ്ഞതാ നല്ല മിഠായിയാണ്, മധുരമുള്ള മിഠായിയാണ്, പൈസ ഒന്നും തരണ്ട, നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അയാളത് വാങ്ങിക്കഴിച്ചു. എന്തേ കണ്ണുള്ളവരൊന്നും അത് വാങ്ങിക്കഴിക്കാതിരുന്നത്? അതിനൊരു കാരണമുണ്ട്. മിഠായി രസമുള്ളതായിട്ടല്ല, മിഠായിക്ക് പൈസ കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടല്ല. പകരം ആ മിഠായി കൊടുക്കുന്ന കയ്യില് ചളിയും ചേറും ചലവും രക്തവും മുറിവും ഇതൊക്കെ ഉണ്ട് ആ കയ്യില്. ആകെ ഇങ്ങനെ വ്രണം കെട്ടിയ കൈയാണ്. ആ കൈ കൊണ്ട് ഒരാൾ മിഠായി തന്നാൽ നമ്മളാരും അത് വാങ്ങൂല, കണ്ണുള്ളൊരു മനുഷ്യനത് വാങ്ങൂല. പക്ഷെ കണ്ണില്ലാത്ത ഒരാളത് വാങ്ങിപ്പോയി. നമ്മൾ കൊടുക്കുന്നത് നല്ലൊരു മിഠായിയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മധുരമുള്ളൊരു മിഠായിയാണ്.
നമ്മൾ പറയുന്നതും പ്രസംഗിക്കുന്നതും എഴുതുന്നതും ഒക്കെ ഇസ്ലാം എന്ന മിഠായിയെ കുറിച്ചാണ്. വെറുതെ കൊടുക്കണേ, ആരും പൈസ തരണ്ട, നമ്മൾ എമ്പാടും കൊടുക്കാൻ തയ്യാറാ. പക്ഷെ ആർക്കും എന്തത് വേണ്ടാത്തത്? അതിന്റെ കാരണം കൊടുക്കുന്ന മിഠായി നല്ലതല്ലായിട്ടല്ല, ഈ കൊടുക്കുന്ന ആൾക്കാർ അതിന് പറ്റാഞ്ഞിട്ടാണ്. മഹാനായ ശുഐബ് നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തില് ജീവിതം വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വല്ലാത്തൊരു വാക്കാണത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പറയണേ, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളല്ല, അദ്ദേഹത്തിനെ എതിർക്കുന്ന ആളുകൾ എന്താ പറയണത്? വഇന്നക ലഅൻതൽ ഹലീമുർ റഷീദ്. ശുഐബ്, നിന്നെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഹലീമുർ റഷീദ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വേറൊരാളെ കുറിച്ച് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല വാക്കുകളാണത്. ഒരു മനുഷ്യനെ കുറിച്ചുള്ള ഒരു മദ്ഹാണ്, കീർത്തിയാണ്. ശുഐബ്, നിന്നെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ നല്ല അഭിപ്രായമാണ്. നീ നല്ല വിവേകമുള്ള ആളാണ്, നല്ല സഹനമുള്ള ആളാണ്. അതൊക്കെയാണ് അതിന്റെ അർത്ഥം. ഇത് ആരോടാ പറയണത്? ഒരു പ്രവാചകനോട്. ആരാണ് പറയണത്? ആ പ്രവാചകനെ എതിർക്കുന്ന ആളുകൾ. എന്താണ് പറയണത്? ശുഐബ്, നിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷെ നീ പറഞ്ഞു വരുന്ന ഈ കാര്യം ഉണ്ടല്ലോ, നീ ഞങ്ങളോട് പറയുന്ന ഈ കാര്യം, അത് ഞങ്ങൾക്ക് വേണ്ട. എന്നാൽ ഇന്നത്തെ പ്രബോധകരോട് എന്താ പറയണത്? നിങ്ങൾ പറയണ കാര്യം വളരെ ഉഷാറാണ്, പക്ഷെ നിങ്ങളത് പറയണ്ടെന്ന് അറിയും. നിങ്ങൾ പറയണൊക്കെ വളരെ ഉഷാറാണ്, പക്ഷെ ആ സ്റ്റേജിൽ ഇരിക്കുന്ന അയാളുണ്ടല്ലോ, അവിടെ മൂപ്പരൊന്നും അവിടെ ഇരിക്കാൻ പറ്റിയ ആളല്ല എന്നത്. ഇവനൊക്കെയാണ് നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ ആള്, എന്നാ ഞങ്ങൾ അതിന്റെ കൂടെ അല്ല എന്ന് പറയും. നിങ്ങൾ പറയണൊക്കെ ഉഷാറാണ്, പക്ഷെ നിങ്ങളെ പറയാൻ പറ്റൂല എന്ന് പറയും. ശുഐബ് നബിയോട് പറഞ്ഞ എന്താണ്? നിങ്ങളാൾ ഉഷാറാണ്, പക്ഷെ നിങ്ങൾ പറയണ ഞങ്ങൾക്ക് വേണ്ടാന്ന്. ഇന്നത്തെ ആളുകളോട് എന്ത് പറയും? നിങ്ങൾ പറയണൊക്കെ വളരെ ഉഷാറാണ്, പക്ഷെ നിങ്ങൾ പറയണ്ടെന്ന് പറയും. ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. എന്ന് പറയാൻ നമ്മുടെ ജീവിതം കൊണ്ട് നടത്തുന്ന ഒരു പ്രബോധനമുണ്ട്, നാവ് കൊണ്ടല്ല. നമ്മുടെ നാവിനേക്കാൾ ഉച്ചത്തിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ജീവിതം കൊണ്ടാണ്. ആ ജീവിതം കൊണ്ട് നടത്തുന്ന പ്രബോധനം കൊണ്ട് നേടിയെടുക്കുന്ന ഒരു മഹാവിജയമുണ്ട്. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രം. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രം. അല്ലെങ്കിൽ കേരളത്തിലെ ഇസ്ലാമിന്റെ തന്നെ ചരിത്രം അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മാലിക് ബിൻ ദീനാറും അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് ആളുകളുമാണ് ആദ്യമായിട്ട് കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് ആദ്യമായി വരുന്നത്. കേരളത്തിലെ കൊടുങ്ങല്ലൂരിലേക്കാണ്. എന്തിനാ വന്നത്? കച്ചവടത്തിനാണ് വന്നത്. കച്ചവടത്തിനാണ് അവർ വരുന്നത്. ഇവിടെയുള്ള കുരുമുളകും മുളകും ഇങ്ങനെയുള്ള സാധനങ്ങൾ അവിടുന്നുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യാനും ഇവിടെയുള്ള സാധനമൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാനൊക്കെയാണ് അവർ വന്നത്. അതേസമയം അവരൊരു പ്രബോധകരുമാണ്. പ്രബോധനം എന്നുള്ളതല്ല അവരുടെ തൊഴില്. അവരുടെ തൊഴില് അവർക്ക് വരുമാനം കിട്ടാൻ വേറെ മാർഗമുണ്ട്. പക്ഷെ പ്രബോധനം എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതാണ് അവർ ചെയ്യുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അവസാനത്തെ റസൂലുള്ളാഹിയുടെ അവസാനത്തെ പ്രസംഗം, അറഫ പ്രസംഗം, അത് കേൾക്കാൻ 100,000-ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാ സ്വഹാബികൾ. 100,000-ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ കണക്ക് കൃത്യമായിരിക്കും. നമ്മളിന്ന് വെറുതെ പറയും 100,000-ഓളം ആളുകളെന്ന്. അതേപോലെയല്ല. കാരണം അവിടെ എണ്ണാൻ വളരെ എളുപ്പമാണ്, മൈക്കില്ലാത്തതുകൊണ്ട് റസൂലിന്റെ അടുത്തൊരു 100 ആളുകൾ ഉണ്ടാവും. അവർ റസൂല് പറയുന്നത് കേൾക്കും. പിന്നെ വേറൊരു 100 ആളുകളുടെ ഒരു കൂട്ടം, പിന്നെ ഒരു 100 ആളുകളുടെ ഒരു കൂട്ടം, ഇങ്ങനെ കൂട്ടം കൂടിയിട്ടാണ് നിൽക്കുക. മൈക്കില്ലാത്തതുകൊണ്ട് റസൂല് പറഞ്ഞത് ഒരാൾ കേൾക്കും, അയാൾ ആ കൂട്ടത്തിൽ ചെന്ന് പറയും, അവിടുന്ന് വേറൊരാൾ അങ്ങനെ പറയും. അപ്പൊ എണ്ണാൻ വളരെ സുഖമാണ്. എങ്കിൽ റസൂലുള്ളാഹിയുടെ അവസാനത്തെ പ്രസംഗം കേൾക്കാൻ 100,000-ഓളം ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ മക്കയിലും മദീനത്തും ചെന്ന് നോക്കിയാൽ അവിടെ എത്ര ഖബറുകളുണ്ട് സ്വഹാബികളുടെ? അവിടെ 100,000-ഓളം ആളുകളുടെ സ്വഹാബികളുടെ ഖബർ വേണ്ടേ? ആ സ്വഹാബികളൊക്കെ അവിടെ തന്നെ ജീവിച്ച് വഫാത്തായിരുന്നെങ്കിൽ ഇല്ല, 10,000 പോലും ഇല്ല. എന്നിട്ടല്ല 1,00,000. സ്വഹാബികളുടേത് എന്ന് പറയുന്ന ഖബറുകൾ 10,000 പോലും ഇല്ല. ബാക്കിയുള്ള ആളുകളൊക്കെ എവിടെ പോയി? റസൂലുള്ള അവരോട് പറഞ്ഞു, ഹാജറുള്ളവൻ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കാനാണ് പോയി. ലോകത്തിന്റെ വിഭിന്ന ഭാഗങ്ങളിലേക്ക് പോയി. ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലും എത്തി. അവിടെയൊക്കെ അവർ ജീവിച്ച് അവരുടെ മക്കളും കുട്ടികളൊക്കെ ഇവിടെ അങ്ങനെ ആയി. അവർ പലരും അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോയി മരിച്ചു. അവരുടെ ഖബർ അവരെവിടെ നിന്നാണ് മരിച്ചത് ആർക്കും അറിയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പ്രബോധനം എന്നുള്ളത് അവരുടെ ബാധ്യതയായിരുന്നു എന്ന്. ഒരാൾ മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? അയാളൊരു ഇസ്ലാമിക പ്രവർത്തകനാവുക എന്നാ. അല്ലാതെ മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ പള്ളിയുടെ മൂലക്ക് പോയിട്ട് ഖുർആൻ ഓതി കുത്തിരിക്കുക എന്നുള്ളതല്ല. ഒരാൾ ഇസ്ലാമിക പ്രവർത്തകനാവുക എന്നാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്നു. എന്നിട്ട് എന്താ ചെയ്തത്? പള്ളിയുടെ മൂലക്കൽ ഖുർആൻ ഓതി കുത്തിരിക്കുക ചെയ്തത് അല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ഇസ്ലാമിക പ്രവർത്തകനായപ്പോ അദ്ദേഹത്തിന്റെ ഇസ്ലാമിക പ്രബോധനം കാരണം 400-ഓളം ആളുകളാണ് ഇസ്ലാം സ്വീകരിച്ചത്. പിന്നെ ആ 400-ഓളം ആളുകളുടെ ഇസ്ലാമിക പ്രവർത്തനം കാരണം വേറെയും ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു.
അങ്ങനെയാണ് ഹിറാ ഗുഹയുടെ ഇരുളിൽ നിന്ന് 7 വൻകരകളിലേക്ക് പടർന്ന് പന്തലിച്ച പ്രകാശമായി ഇസ്ലാം മാറിയത്. അപ്പൊ ഇസ്ലാമിക പ്രബോധനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കുറച്ച് ആൾക്കാരുടെ ഉത്തരവാദിത്തമല്ല, നമ്മുടെയൊക്കെ ഉത്തരവാദിത്തം. അതെങ്ങനെ? എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിയണമെന്നില്ല, എല്ലാവർക്കും എഴുതാൻ കഴിയണമെന്നില്ല, പക്ഷെ എല്ലാവരും ജീവിക്കുന്നവരാണ്. നമ്മളൊക്കെ ഓരോ അയൽവാസിയാണല്ലോ, നമ്മളൊക്കെ ഒരു ഉമ്മയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു ഉപ്പയാണല്ലോ, അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനാണെങ്കിലോ ആണല്ലോ, അല്ലെങ്കിൽ ഒരു അധ്യാപകനാണല്ലോ, അല്ലെങ്കിൽ ഒരു കർഷകനാണല്ലോ, ഒരു മുതലാളിയോ ഒരു തൊഴിലാളിയോ ആണല്ലോ. നമ്മളൊരു ഇസ്ലാമിക പ്രബോധകനാണ്. ഇതാണ് ഇസ്ലാമിന്റെ കൺസെപ്റ്റ്. അതല്ലാതെ പൗരോഹിത്യം എന്ന് പറഞ്ഞ സാധനം തന്നെ ഇസ്ലാമിലില്ല. നമ്മൾക്കറിയാം, പൗരോഹിത്യം എന്ന് പറഞ്ഞ സംഗതിയുടെ വേരറുത്ത് മാറ്റിയ മതമാണ് ഇസ്ലാം. പൗരോഹിത്യത്തിന് എന്നൊരു കസേര ഉണ്ടായിരുന്നു എല്ലാ മതങ്ങളിലും. ആ കസേര എടുത്തന്നെ വലിച്ചെറിയാണ് ഇസ്ലാം ചെയ്തത്. ഇസ്ലാഹി പ്രസ്ഥാനം അതാ ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെയുള്ള പുരോഹിതന്മാർക്ക് ഏറ്റവും അധികം ശത്രുവായി നമ്മുടെ പ്രസ്ഥാനം മാറിയത്. കാരണം എന്താ? അവരുടെ സീറ്റാണ് നമ്മൾ എടുത്ത് ഒഴിവാക്കിയത്. മരിച്ച വീട്ടിലാകട്ടെ, കല്യാണ വീട്ടിലാകട്ടെ, 4 ആള് കൂടുന്നിടത്താകട്ടെ, അവിടെ പുരോഹിതനൊരു ഒരു കസേര ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ എടുത്ത് വലിച്ചെറിഞ്ഞത്. കാരണം ഇസ്ലാമിൽ അതില്ല. ആരാണ് നിസ്കാരത്തിന് ഇമാമ് നിൽക്കേണ്ടത്? മൗലിയാരാ? ഏതെങ്കിലും ഒരു പുരോഹിതനാ? ഏതെങ്കിലും ഒരു പ്രത്യേക വസ്ത്രം ധരിച്ച ആളാ? അല്ല. ആ കൂട്ടത്തിൽ ആർക്കാണ് ഏറ്റവും നന്നായി ഖുർആൻ അറിയണത്? അയാൾക്ക് നിൽക്കുക. അയാളൊരു ഡോക്ടർ ആണെങ്കിൽ അയാൾക്ക് നിൽക്കുക, അയാളൊരു എഞ്ചിനീയർ ആണെങ്കിൽ അയാൾക്ക് നിൽക്കുക, അയാളൊരു കർഷകനാണെങ്കിൽ അയാൾക്ക് നിൽക്കുക, അയാളൊരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ അയാൾക്ക് നിൽക്കുക. പ്രത്യേകിച്ചൊരു പദവിയൊന്നുമില്ല. ആരാണ് മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകേണ്ടത്? ആ മരിച്ച ആളോട് ഏറ്റവും അടുപ്പുള്ള ആള്, അല്ലാതെ പള്ളിയിലെ മൂല്യരൊന്നുമല്ല. ആരാണ് ഖുത്ബ പറയേണ്ടത് വെള്ളിയാഴ്ച? അവിടെ കൂട്ടത്തിൽ ആർക്കാണ് ഏറ്റവും നന്നായി അത് പറയാൻ കഴിയുന്നത്? അയാളൊരു ഡോക്ടർ ആണെങ്കിൽ അയാൾക്ക് അത് പറയാം, ഒരു എഞ്ചിനീയർ ആണെങ്കിൽ അയാൾക്ക് പറയാം, ഒരു പത്രപ്രവർത്തകനാണെങ്കിൽ പറയാം, ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ പറയാം, ഒരു കർഷകനാണെങ്കിൽ പറയാം. അതല്ലാതെ ഇസ്ലാമിൽ പ്രത്യേകിച്ചൊരു പൗരോഹിത്യമല്ല. ആരാണ് നമ്മുടെ മകളെ കെട്ടിച്ചു കൊടുക്കേണ്ടത്? ആ പെൺകുട്ടിയുടെ രക്ഷിതാവ്. ആരാണ് അവിടെ പ്രസംഗിക്കേണ്ടത്? ആ പെൺകുട്ടിയുടെ ഉപ്പ അല്ലെങ്കിൽ രക്ഷിതാവ്. ഫാത്തിമ ബീവിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തപ്പോൾ റസൂലല്ലേ പ്രസംഗിച്ചത്? അതാണ് മാതൃക എന്ന് പറഞ്ഞത്. പക്ഷേ ഇസ്ലാമിനെ കേടുവരുത്തിയത്, മറ്റുള്ള എല്ലാ മതങ്ങളെയും കേടുവരുത്തിയത് പൗരോഹിത്യമാണ് എന്നതുപോലെ ഇസ്ലാമിനെയും കേടുവരുത്തിയത് പൗരോഹിത്യ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് പൗരോഹിത്യം അവരുണ്ടാക്കി പടച്ചുണ്ടാക്കിയത്, നമ്മൾ കൊടുത്തതല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇസ്ലാമിക പ്രബോധനം എന്നത് നമ്മുടെ ജീവിതം കൊണ്ട് നിർവഹിക്കണതാണ്. നമ്മുടെ നിലമ്പൂരടുത്ത് മാമാങ്കര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. മാമാങ്കര, അവിടെ നമ്മുടെ ഒരു പ്രവർത്തകനുണ്ട്. അയാൾക്ക് ഈ ചിപ്സ് ഉണ്ടാക്കുന്ന ഒരു ചെറിയ ഫാക്ടറിയാണ്, ചെറിയൊരു മട്ടത്തിലുള്ളൊരു ഫാക്ടറിയാണ്. അയാൾ അവിടേക്ക് ജോലിക്ക് വിളിക്കുന്ന ആളുകളൊക്കെ മുസ്ലിങ്ങളല്ലാത്ത ആളുകളായിരിക്കും. മുസ്ലിങ്ങളല്ലാത്ത ആളുകളാണ്, പ്രത്യേകിച്ചും ക്രിസ്ത്യൻസ് ആയ ആളുകൾ അവിടെ ആ സ്ഥലത്ത് എമ്പാടുണ്ട്. അല്ലെങ്കിൽ ഹിന്ദു സുഹൃത്തുക്കളിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ ഇയാൾ ജോലിക്ക് വിളിക്കുക. ഇവരൊരു 1-2 കൊല്ലം അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യും. അവരവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഒന്നുകിൽ അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് അവർ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ കാരണം അവരോട് പ്രസംഗിച്ചിട്ടൊന്നുമില്ല, ഇദ്ദേഹം അവരോട് പ്രസംഗിച്ചിട്ടൊന്നുമില്ല. ചിലപ്പോൾ അദ്ദേഹം ഒരു പുസ്തകം പോലും കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതം കണ്ടിട്ടാണ് ഈ പഠിക്കുന്നത്. ഒരു 5 പൈസ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവില്ല. ഒരു കറയോ കളങ്കമോ ഇല്ലാതെ അദ്ദേഹം നടത്തുന്ന ബിസിനസ് കണ്ടിട്ട് ഇത്ര പരിശുദ്ധനായൊരു മനുഷ്യനൊക്കെ ഉള്ളൊരു മതമാണെങ്കിൽ ആ മതം തിരക്കേടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ആളുകൾ പഠിക്കുന്നത്. ഇതാണ് ഇസ്ലാമിക പ്രബോധനം. സ്വന്തം ജീവിതം കൊണ്ടും താൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ നടത്തുന്ന പ്രകാശം പരത്തലാണ് ഒരാളുടെ ഇസ്ലാമിക പ്രബോധനം എന്ന് പറഞ്ഞാൽ. കൊടുങ്ങല്ലൂരിൽ വന്ന അറബികളായ മാലിക് ഇബ്നു ദീനാർ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും എന്താ ചെയ്യണത്? ഡോക്ടർ KM പണിക്കർ എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട് കേരള ചരിത്രത്തെക്കുറിച്ച്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഈ ഹിന്ദു സഹോദരന്മാരുടെ വാതിലിലൊക്കെ വന്നിങ്ങനെ മുട്ടുന്നു. അവർ വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഈ അറബികളായിരിക്കും, ഈ മാപ്പിളാരായിരിക്കും. അപ്പോൾ അവർ ചോദിക്കും, എന്താണ് ഈ സന്ധ്യാനേരത്ത്? അപ്പോൾ അവരുടെ കൂടെ മലയാളവും അറബി അറിയുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കും, ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ നേരമായിട്ടുണ്ട്. അപ്പോൾ ഇവർ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അയൽപ്പക്കത്തുള്ള ആളുകളൊക്കെ ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തണം അത്ര, ഇല്ലെങ്കിൽ ഇവർ ഭക്ഷണം കഴിക്കൂല എന്ന്. അപ്പോൾ ഇവിടെ ഭക്ഷണം ഉണ്ടോ, നിങ്ങൾ കഴിച്ചോളി, ഇല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലുള്ള ഭക്ഷണം നിങ്ങൾക്ക് തരും, അതിനു വേണ്ടി വന്നതാണ്. അവർ കച്ചവടം ചെയ്യും കൊടുങ്ങല്ലൂരിൽ. എന്നിട്ട് എന്താ ചെയ്യുക? അവർ ചിലപ്പോൾ നാളികേരത്തിൻ്റെ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ തൊട്ടപ്പുറത്ത് നാളികേരത്തിൻ്റെ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടാവും, കേരളീയനായ ഹൈന്ദവനായ ആള്. അപ്പോൾ ഈ അറബികളായ ആളുകൾ ഒരു ദിവസം 50 റുപ്യ കിട്ടണമെന്നാണ് വിചാരിച്ചെങ്കിൽ രാവിലെ 11 മണിയാകുമ്പോൾ തന്നെ 50 റുപ്യ കിട്ടിയാൽ ഒരു ബിസിനസ് നിർത്തും. അത് 100 റുപ്യ ആകാൻ നിൽക്കൂല. എന്നിട്ട് ആ ഹിന്ദു ആയ ആളോട് പറയും, ഞങ്ങൾക്ക് ഇന്ന് വേണ്ടത് കിട്ടിയിട്ടുണ്ട്, ബാക്കി നിങ്ങൾ കച്ചവടം ചെയ്തോളിന്ന്. അപ്പു എന്ന് പറഞ്ഞ ഒരാളും അയാളുടെ കുടുംബവും ആദ്യം ഇസ്ലാമിലേക്ക് വന്നത് ഇങ്ങനെയാണ്.
ഒരു ബിസിനസ് നടത്തുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ആളെ പരിഗണിക്കണം, അയാൾക്കും കച്ചവടം നടത്തണം. അപ്പം ഈ വൈകുന്നേരം വരെ നിന്നിട്ട് 150 200 രൂപ ആക്കാൻ വേണ്ടി അവരവിടെ നിൽക്കണില്ല. 50 രൂപ കിട്ടിയാൽ അപ്പൊ കട പൂട്ടുന്ന. അങ്ങനെയാണ് അപ്പവും കുടുംബവും ഇസ്ലാം സ്വീകരിച്ചത്. അയാ ഫാഖിറം ബിൻ നസബി കൈഫാത്തു ഫാഖിറു വ അസ്ലൂക മിൻ ഖബലു നായൻ വ തീയരു ആശാരി മൂശാരി പാണൻ വ പറവനു എന്ന് പണ്ട് വെളിയങ്കോട് ഉമർ ഖാദി പാടിയിട്ടുണ്ട്. മുസ്ലിങ്ങളെ കുറിച്ച് ഇങ്ങനെ തറവാടിന്റെ പേരിലും വല്യപ്പാന്റെ പേരിലും ഒക്കെ ഇങ്ങനെ അഹങ്കാരം കാണിച്ചപ്പോൾ മുസ്ലിങ്ങളോട് അദ്ദേഹം പറയാ, നിങ്ങൾ അഹങ്കാരം കാണിക്കണത് നിങ്ങൾ ആരാ നിങ്ങൾക്ക് അറിയോ? നിങ്ങളെ വല്യപ്പാനെയും വല്യമ്മാനെയൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കുക ആരാന്ന്. നായരോ തീയരോ ആശാരിയോ മൂശാരിയോ പാണനോ പറവനോ ഒക്കെ ആയിരിക്കുന്നു. അതായിരുന്നു ശരി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പ്രബോധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വലിയ സൗണ്ടിൽ നടത്തുന്ന പ്രഭാഷണങ്ങളെക്കാൾ ജീവിതം കൊണ്ട് നടത്തുന്ന ഒരു പ്രസംഗവും ഒരു പ്രഭാഷണവുമുണ്ട്. ആ പ്രഭാഷണം നമ്മുടെ വാക്കുകളെക്കാൾ വലിയ ഉച്ചത്തിൽ മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ആദർശമാണ്. കമലാ സുരയ്യ ഇസ്ലാം സ്വീകരിച്ചല്ലോ, മാധവിക്കുട്ടി. അവർ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവരുടെ അടുത്തേക്ക് നമ്മുടെ ഒരു സുഹൃത്ത് ചെന്നു. നിങ്ങൾ കേട്ടിരിക്കും, കമാൽ പാഷ, ഡോക്ടർ കമാൽ പാഷ അവരെ കാണാൻ വേണ്ടി ചെന്നതാ. അപ്പോൾ കമാൽ പാഷയോട് കമലാ സുരയ്യ പറഞ്ഞത്രേ, ഒരു 20 കൊല്ലം മുമ്പ് എനിക്ക് ആരെങ്കിലും ഖുർആൻ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്ന് മുസ്ലിമായിരുന്നു. 20 കൊല്ലം മുമ്പ് എനിക്ക് ആരെങ്കിലും ഖുർആൻ തന്നിരുന്നെങ്കിൽ ഞാൻ അന്ന് തന്നെ മുസ്ലിമായിരുന്നു. ഇത്രേ ഉള്ളൂ. അത് കൊടുക്കാൻ ഒരാളുണ്ടായില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്താണ് ഇസ്ലാമിക പ്രബോധനം? അത്രേ ഉള്ളൂ. നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ മഞ്ചയില് അല്ലെങ്കിൽ വലിയ പത്തായത്തിന്റെ ഉള്ളിൽ നല്ല വിത്തുണ്ട്, നെല്ലിന്റെ വിത്ത്. നമുക്ക് നല്ല പാടമുണ്ട്, നമ്മുടെ കിണറ്റിൽ നല്ലോണം വെള്ളമുണ്ട്. നമ്മൾ ആ വിത്ത് എടുത്തിട്ട് ആ പാടത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ട് അതിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അവിടെ നല്ലൊരു ചെടി, നെൽച്ചെടി ഇങ്ങനെ ഉയർന്നു വരും. ആ നെല്ലിന്റെ ചെടിയിൽ ധാരാളം നെല്ല് പിന്നെയും ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇത്രേ പണിയുള്ളൂ. എന്നാൽ നമ്മുടെ പത്തായത്തിലുള്ള നെല്ല് അവിടെ തന്നെ, നമ്മുടെ പാടം അവിടെ കിടക്കുന്നുണ്ട്, നമ്മുടെ വെള്ളം അവിടെ കിടക്കുന്നുണ്ട്. നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. നെല്ല് അവിടെ കിടക്കും, പാടം അവിടെ കിടക്കും, വെള്ളം അവിടെ കിടക്കും. ഈ നെല്ലെടുത്തിട്ട് അവിടെ കൊണ്ടുപോയി കുഴിച്ചിടുക എന്നുള്ളൊരു പണിയുണ്ടല്ലോ, അതാണ് ഇസ്ലാമിക പ്രബോധനം. നമ്മുടെ കയ്യിലുള്ള നെല്ലിന്റെ വിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ആദർശമാണ്, തൗഹീദിന്റെ ആദർശമാണ്, ഇസ്ലാമിന്റെ ആദർശം. അത് കൊണ്ടുപോയി കുഴിച്ചിടാൻ പറ്റിയ നല്ല പാകപ്പെട്ട മണ്ണാണ് നമ്മുടെ സമൂഹം, നമ്മുടെ അയൽപ്പക്കം, നമ്മൾ അറിയുന്ന മനുഷ്യന്മാര്. അവർക്കിത് കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ള ഒരു ജോലി ചെയ്യേണ്ട ആളുകളാണ് നമ്മൾ. ഞാൻ എൻ്റെ സംസാരം എൻ്റെ വിഷയത്തിലേക്ക് കൊണ്ടുവരികയാണ്. സൂറത്ത് യാസീനിലെ 12-ാമത്തെ ആയത്തില് അള്ള പറയുന്ന ഒരു കാര്യമുണ്ട്, വല്ലാത്തൊരു വചനമാണത്. അള്ള പറയണത് വനക്തുബു മാ ഖദ്ദമു വ ആസാറഹും. വനക്തുബു മാ ഖദ്ദമു എന്ന് പറഞ്ഞാൽ അവര് ചെയ്തു വെച്ചതൊക്കെ നമ്മൾ എഴുതി വെക്കുന്നുണ്ട്. അള്ള എഴുതി വെക്കുന്നുണ്ട് നമ്മൾ ചെയ്യണൊക്കെ. അത് നമുക്കും എഴുതാൻ പറ്റും. നമ്മൾ ചെയ്യണൊക്കെ നമുക്ക് എഴുതിച്ചൂടെ? പറ്റും. പക്ഷെ പിന്നെ അള്ള പറയണ നമ്മളെ കൊണ്ട് കഴിയാത്തതാ. അതെന്താ? വ ആസാറഹും. നമ്മളെന്ത് ചെയ്തു, അതിന്റെ റിസൾട്ട് എന്താണ്, അതുകൊണ്ട് എന്തുണ്ടായി, അത് നമുക്കറിയില്ല, അത് പടച്ചവനറിയും. നമ്മളൊരു ചിലപ്പോൾ ഒരു CD കൊടുത്തിട്ടുണ്ടാവുള്ള ഒരാൾക്ക് ഇതൊന്ന് കേട്ടു നോക്കിയാറുണ്ട്, അല്ലെങ്കിൽ ഒരു പുസ്തകം ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടാവുള്ളൂ, ഇതൊന്ന് വായിച്ചു നോക്കാറുണ്ട്. നമ്മൾ കൊടുത്ത ആൾ ചിലപ്പോൾ അത് വായിച്ചിട്ടുണ്ടാവില്ല. അയാളുടെ വീട്ടിൽ ആ പുസ്തകം കണ്ടിട്ട് വേറൊരാൾ അത് എടുത്തുകൊണ്ടേ വായിച്ചിട്ടുണ്ടാവും, അയാളത് സ്വാധീനിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന് ചിലപ്പോൾ നമ്മൾ മരിച്ചു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ അതിന്റെ റിസൾട്ട് കാണാൻ നമ്മൾ ഈ ലോകത്ത് ഉണ്ടാവുക പോലും ഇല്ല. പക്ഷെ അള്ള പറയാ റിസൾട്ടുകൾ എന്നാലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. റിസൾട്ട്, സ്വാധീനം, അത് ഏറ്റവും അധികം ഉണ്ടാകുന്ന ഒരു പ്രവർത്തനമാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ പണിയായിരിക്കും, പക്ഷെ അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് അള്ളാഹുവേ ഇതുകൊണ്ട് ഒരുപാട് ഫലങ്ങൾ ഉണ്ടാകണമെന്നാണ്. ഈ പ്രവർത്തനം, എൻ്റെ പ്രവർത്തനം വളരെ ചെറുതാണ്, എന്നെ കൊണ്ട് ഇതേ കഴിയുള്ളൂ. പക്ഷേ ഞാൻ ഈ ചെയ്യുന്നത് ചെറിയതാണെങ്കിലും ഇതുകൊണ്ട് വലിയ ഉപകാരം ഉണ്ടാകണമെന്ന്. ഒരു അമുസ്ലിമായ ഒരാൾക്ക് ഒരു പുസ്തകം കൊടുക്കുമ്പോൾ, ഒരു ലഘുലേഖ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാസറ്റ് കൊടുക്കുമ്പോൾ, ഒരു CD കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട പ്രാർത്ഥന അതാണ്, അള്ളാഹുവേ ഇതുകൊണ്ട് വലിയ റിസൾട്ടുകൾ ഉണ്ടാകണമെന്ന്. അപ്പൊ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ജീവിതത്തിന്റെ ലക്ഷ്യം ഇതാണ്. നമ്മുടെ സമയം കൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിച്ച് ഈ ജീവിതം സഫലമാവുക എന്നാണ്. എല്ലാവരും ജീവിക്കുന്നവർ, പക്ഷെ അധികം ആളുകളും ജീവിതത്തെ കുറിച്ച് ആലോചിക്കൂല, ജീവിതത്തിന്റെ ഒരു ഒഴുക്കിൽ ഇങ്ങനെ ഒഴുകിപ്പോവും. അവരാണ് നമുക്ക് അഭിമുഖീകരിക്കാനുള്ള സമൂഹം. നമ്മളങ്ങനെ പോകാത്തതുകൊണ്ടാണ് നമ്മളോട് ഒരുമിച്ച് കൂടിയത്. നമ്മൾക്കൊരു ആദർശത്തിന്റെ വെളിച്ചം ഉള്ളിലുണ്ടായതുകൊണ്ടാണ് ഈ സമയം നമ്മളോട് ചെലവഴിക്കുന്നത്. പക്ഷെ ഇതറിയാത്ത കുറെ മനുഷ്യന്മാർ നമ്മുടെ ചുറ്റുമുണ്ട്. അവർക്ക് ഇത് എത്തിച്ചു കൊടുക്കേണ്ട നമ്മൾ തന്നെയാണ്.
അവർക്കിത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നിയോഗം എന്ന് പറയുന്നത്. അപ്പം അള്ളാഹുവിന് വേണ്ടത് അമലുകളാണ്, അഥവാ അമല് സ്വാലിഹികളാണ്. നമ്മുടെ സമയം കൊണ്ട് നമ്മൾ ജീവിതത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അധികം ആളുകൾ ഒരു രസത്തിൻ്റെ പിന്നാലെ, ഒരു സന്തോഷം, ആഘോഷം, ഇതൊക്കെയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് ജീവിതത്തിനൊരു ആഴം അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് സൂറത്ത് റൂമിലെ 7-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ലോകത്തിൻ്റെ ബാഹ്യമോടി മാത്രമേ കാണുന്നുള്ളൂ എന്ന്. അവര് പരലോകത്തെക്കുറിച്ച് അശ്രദ്ധരാണ് എന്ന് പറയുന്നുണ്ട്. ഈ ദുനിയാവിൻ്റെ ഒരു പുറം, ബാഹ്യവശം, അത് മാത്രമേ അവർ കാണുന്നുള്ളൂ, ഉള്ളിലേക്ക് ഇറങ്ങണില്ല എന്ന് പറയുന്നുണ്ട്. ഇമാം ഖസാലി റഹ്മത്തുള്ളാഹിയുടെ മനോഹരമായൊരു കഥ ഉണ്ട്. അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അദ്ദേഹം ഒരു വലിയ അധ്യാപകനാണ്. അപ്പോൾ ഒരു അധ്യാപകന് കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കുകയാണ് അദ്ദേഹം. ഒരാളൊരു വലിയ സിംഹത്തിൻ്റെ മുന്നിൽ പെട്ടുപോയി. സിംഹത്തിൻ്റെ മുന്നിൽ പെട്ട ആൾ ജീവനം കൊണ്ട് ഓടുകയാണ്. ജീവനം കൊണ്ട് ഓടുന്നതിനിടയിൽ, ആ ഓട്ടത്തിൻ്റെ വേഗതക്കിടയിൽ അയാളൊരു കിണറ്റിൽ പോയി വീണു. കിണറ്റിലേക്ക് ഇങ്ങനെ ഉതിർന്നുതിർന്ന് വീഴുന്നതിനിടയിൽ ഒരു വള്ളിയിൽ അദ്ദേഹത്തിന് പിടുത്തം കിട്ടി. വല്ലാത്ത ആശ്വാസം. കിണറ്റിലേക്ക് വീണതുമില്ല, സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ആളിങ്ങനെ ആശ്വസിച്ചിങ്ങനെ നിൽക്കുമ്പോൾ താഴേക്ക് നോക്കുമ്പോഴാണ് അയാൾ കാണുന്നത്, താഴെ വലിയ പാമ്പുകൾ ഇങ്ങനെ ഇഴഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ കാളസർപ്പങ്ങൾ ഒരു ഇരയെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ വാ പിളർത്തി ഇങ്ങനെ നിൽക്കുന്നത് അയാൾ കാണുന്നത്. മുകളിലേക്ക് നോക്കുമ്പോൾ അയാളെ ഓടിച്ച ആ സിംഹം ഉണ്ടല്ലോ, അതിൻ്റെ അവിടെ നിൽക്കണേ, ഇയാളെ കാത്തു നിൽക്കുക. ആ മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? മാത്രമല്ല, അയാൾ പിടിച്ച വള്ളി ഉണ്ടല്ലോ, ആ വള്ളിയിൽ കറുത്തതും വെളുത്തതുമായ 2 എലികൾ ഇങ്ങനെ ആ വള്ളി കാർന്ന് തിന്നുകൊണ്ടിരിക്കുക. എന്നാലോചിച്ച് നോക്കൂ, എങ്ങനെയായിരിക്കും അയാളുടെ അവസ്ഥ? മനസ്സ് തകർന്നു പോകും, ഹൃദയം തകർന്നു പോകുന്നൊരു സംഭവമാണ്, സന്ദർഭമാണ്. പക്ഷെ ആ സമയത്താണ് അയാളുടെ മൂക്കിന്റെ തുമ്പിലേക്ക് ഒരു തുള്ളി വന്ന് വീഴുന്നത്. അപ്പൊ ആ തുള്ളി എന്താണെന്ന് അയാളുടെ നാവ് ഇങ്ങനെ അന്വേഷിക്കാം. അപ്പോഴാണ് ആ നാവിലേക്ക് ആ തുള്ളി വന്ന് തട്ടിയപ്പോഴാണ് അയാൾ അറിയണത് അതൊരു തേൻ തുള്ളിയാണ് എന്ന്. അയാൾ മുകളിലേക്ക് നോക്കുമ്പോൾ തേൻ ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട്. ആ തേനിന്റെ മധുരത്തിൽ അയാളെല്ലാം മറന്നുപോയി. താഴെയുള്ള പാമ്പിനെ അയാൾ മറന്നുപോയി, മുകളിലുള്ള സിംഹത്തെ അയാൾ മറന്നുപോയി. അയാളുടെ വള്ളി കാർന്ന് തീർത്തുകൊണ്ടിരിക്കുന്ന കറുത്ത എലിയെയും വെളുത്ത എലിയെയും അയാൾ മറന്നുപോയി. ആ ചെറിയ രസത്തിന്റെ, ആ അല്പനേരത്തെ സുഖത്തിന്റെ കാരണം കൊണ്ട് അയാളൊക്കെ മറന്നുപോയി. അയാളെ പറ്റി നമ്മൾ എന്താ പറയാ? എന്നാൽ ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി 970 കൊല്ലങ്ങൾക്ക് മുമ്പ് പഠിപ്പിക്കാണ്, അതുപോലെയാണ് മനുഷ്യന്മാര്. ചെറിയ ചെറിയ രസങ്ങളുണ്ടാവും, അതിൻ്റെ പിന്നാലെ ഇരിക്കും. ചെറിയ ചെറിയ സുഖങ്ങളും സന്തോഷങ്ങളും ഉണ്ടാവും, അത് കാരണം ഒക്കെ മനുഷ്യന്മാർ മറന്നു പോകുന്നു. കറുത്ത എലി എന്ന് പറഞ്ഞാൽ രാത്രിയാണ്, വെളുത്ത എലി എന്ന് പറഞ്ഞാൽ പകലാണ്. ഓരോ രാത്രിയും ഓരോ പകലും നമ്മുടെ ജീവിതത്തെ തീർത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. വകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനം മിൻ അദ്ദഹർ വകം മിൻ ഫതാ യുംസി വയസ്ബിഹു ലാഹിയ വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രീൻ. ഒരു കവി പാടുക, എത്രയെത്ര ആരോഗ്യമുള്ള ആൾക്കാരാണ് ഒരു കുഴപ്പമില്ലാതെ മരിച്ചു പോണത്. എത്രയെത്ര രോഗമുള്ള ആളുകൾ അന്ന് മരിക്കും നാളെ മരിക്കും എന്ന് വിചാരിച്ച് കാത്തിരുന്നിട്ടും അവർ പിന്നെയും ഇങ്ങനെ ജീവിക്കാന്ന്. വകം മിൻ ഫതാ യുംസി വയസ്ബിഹു ലാഹിയ. എത്രയെത്ര ചെറുപ്പക്കാരാണ് നല്ല ആരോഗ്യം ഉണ്ടായിട്ടും അവർ ഈ ജീവിതം വെറുതെ നശിപ്പിക്കുന്നത്. രാവിലെയും വൈകുന്നേരം അങ്ങനെ ആയിപ്പോണ്ട്, പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രീ. അവരുടെ കഫൻ പുടവ അവർക്ക് വേണ്ടി തൊട്ടടുത്ത ഷോപ്പിൽ റെഡി ആയിട്ടുണ്ട് എന്ന് അവരറിയാതെ പോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായൊരു കാലയളവാണ്. പക്ഷേ ഈ കാലയളവ് കൊണ്ട് നമ്മൾ നേടിയെടുക്കാനുള്ളത് ഒട്ടും നിസ്സാരമല്ലാത്ത ലക്ഷ്യങ്ങളുമാണ്. അതാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിന് ബർക്കത്ത് വേണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് നൽകുന്നൊരു പരിഗണനയാണ്. നിങ്ങൾ നോക്കൂ, ഈ ബർക്കത്ത് നമ്മൾ നല്ലോണം ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. എന്താണ് ഈ ബർക്കത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ചില ആളുകൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും അല്ലേ? പക്ഷെ ആ ആരോഗ്യമൊക്കെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് അങ്ങനെയാണ് ഇല്ലാതായി പോകും. എന്താ പ്രശ്നം? ആരോഗ്യം എന്നുള്ളൊരു അനുഗ്രഹം അവർക്കുണ്ട്, പക്ഷെ അതിനൊരു ബർക്കത്തില്ല. ചില ആളുകൾക്ക് നല്ല പൈസ ഉണ്ടാവും, കുറേ പൈസ ഉണ്ടാവും, അക്കൗണ്ടിലൊക്കെ ഉണ്ടാവും, പക്ഷെ കുറേ കാലം കഴിയുമ്പോൾ അത് എവിടെ പോയി, എങ്ങനെ പോയി, ഒരറിവുണ്ടാവില്ല. അതൊക്കെ അങ്ങനെ തീർന്നു പോയിട്ടുണ്ടാവും. എന്താ പ്രശ്നം? പൈസ ഇല്ലായിട്ടല്ല, പൈസ എന്ന അനുഗ്രഹം അവർക്കുണ്ട്, പക്ഷെ ആ പൈസ എന്ന അനുഗ്രഹത്തിന് രണ്ടാമത് കിട്ടേണ്ട ഒരു അനുഗ്രഹം ഉണ്ട്. അതാണ് ബർക്കത്ത് പറഞ്ഞത്. ഇപ്പൊ നല്ല 13-12 ലക്ഷം രൂപയുള്ള ഇന്നോവ കാറിൽ ഇങ്ങനെ പോകുന്ന ഒരു ഭാര്യയും ഭർത്താവും,
അവർ യാത്ര തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടില്ല. അവരുടെ ഫോണിൽ അവരുടെ ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ തമ്മിൽ ഇതുവരെ അവരൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷെ ആ ഇന്നോവയുടെ കുറേ ബാക്കിൽ ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ടാവും. ആ ഓട്ടോറിക്ഷ ഓട്ടുന്നത് ഭർത്താവ്. ആ ഓട്ടോറിക്ഷയുടെ ബാക്കിൽ അയാളുടെ ഭാര്യയും കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ടാവും. വളരെ സന്തോഷത്തോടുകൂടി ഓരിങ്ങനെ പോകുന്നുണ്ടാവും. അങ്ങോട്ടോട്ട് വർത്തമാനം പറയുന്നുണ്ടാവും, അങ്ങോട്ടോട്ട് ശരിയാക്കുന്നുണ്ടാവും, തമാശ ഒക്കെ പറയുന്നുണ്ടാവും. എന്ത് സന്തോഷമാണ് അവരുടെ പോക്ക്. പക്ഷെ വലിയ വിലപിടിപ്പുള്ള കാറിൽ പോകുന്നുണ്ട്. പക്ഷെ ഇതുവരെ അങ്ങോട്ടോട്ട് വർത്തമാനം പറഞ്ഞിട്ടില്ല. എന്താ ഇവിടെ പ്രശ്നം? അതാണ് ഈ ബർക്കത്ത് എന്ന് പറഞ്ഞത്. ബർക്കത്ത് പറഞ്ഞാൽ കുറേ കിട്ടലല്ല, ഉള്ളത് കൊണ്ട് സന്തോഷിക്കാന്നാണ്. അത് അള്ളാഹ് തരുന്ന ഒരു വലിയൊരു സമ്മാനമാണത്. ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട്, അത് എത്ര കുറച്ചാണെങ്കിലും വളരെ പരിമിതമാണെങ്കിലും അതിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്. അതാണ് ഈ ബർക്കത്ത് പറഞ്ഞത്. അതെങ്ങനെ കിട്ടുക? ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഒരു ശ്രദ്ധയാണത്. നമ്മളെ അള്ളാഹ് ശ്രദ്ധിക്കുക എന്നാണ്. അതിനെന്ത് വേണം? അള്ളാഹിനെ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ചെയ്യുക. ഇതൊക്കെ അതാണ്. ഇവിടെ നമ്മൾ അള്ളാഹുവിനെ നമ്മുടെ ഒരു ജീവിതത്തിലൊരു സമയം ചെലവഴിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും ഒരു മനുഷ്യനിൽ നിന്ന് അള്ളാഹ് ആഗ്രഹിക്കുന്ന സമയമായിരിക്കും. ഉറപ്പാണത്. ചില ആളുകൾ പറയും, നമ്മൾ പരിപാടിക്ക് വിളിച്ചാൽ പൈസ എത്ര വേണമെങ്കിലും തരാം, എന്നെ വിളിക്കരുത് അറിയും. നിങ്ങളെ കൂടെ വരാൻ എനിക്ക് കഴിയില്ല, പൈസ എത്ര വേണമെങ്കിലും തരാമെന്ന് അറിയും. അയാളുടെ പൈസ അള്ളാഹ്ക്ക് വേണ്ട, അയാളുടെ സമയമാണ് അള്ളാഹ്ക്ക് വേണ്ടത്. അയാൾക്ക് പോലും ആവശ്യമില്ലാത്തത് എന്തിനാണ് പടച്ചോനെ? നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നുന്നത് എന്താണോ അതാണ് അള്ളാഹ് ചോദിക്കുക. അമ്മക്ക് ആവശ്യമില്ലാത്ത അള്ളാഹ്ക്കും വേണ്ട. ഇബ്രാഹിം നബിക്ക് 73-ാമത്തെ വയസ്സിലാണ് ഇസ്മായിൽ എന്ന കുട്ടി ഉണ്ടാവുന്നത്. ആ കുട്ടിനല്ലേ അള്ളാഹ് ചോദിച്ചത്? ആ സമയത്ത് ഇബ്രാഹിം നബിക്ക് ഏറ്റവും ആവശ്യമുള്ളത് എന്താണോ ആ കൊഞ്ചലും കൗതുകവും കാണാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവും ഇബ്രാഹിം നബി. പക്ഷെ അള്ളാഹ് ചോദിച്ചത് ആ കുട്ടിനെയാണ്. ഇതാണ് നമ്മളോടൊക്കെ അള്ളാഹ് ചോദിക്കുന്നത്. ഇന്നത്തെ മനുഷ്യന് ഏറ്റവും വിലപിടിപ്പുള്ള സമയമാണ്, പൈസ ഒന്നല്ല. പക്ഷെ ആ സമയം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന എത്ര ആളുകളുണ്ടെന്നറിയോ? ഇന്ന് ഇസ്ലാമിക പ്രബോധനം എന്ന് പറഞ്ഞാല് നമ്മുടെ കുട്ടികളുടെ കയ്യിലാണ്. ലോകം മുഴുവൻ ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നത് ഇസ്ലാമിന്റെ ചുണക്കുട്ടികളാണ്. ചെറുപ്പക്കാരികളുമായ ഇന്റർനെറ്റ് തുറന്നു നോക്കിങ്ങള്. ഏറ്റവും കൂടുതൽ ഇസ്ലാമിക സംഘടനകൾ ഉള്ളത് ഇന്ന് ഇന്റർനെറ്റിന്റെ ഉള്ളിലാണ്, മണ്ണിലൊന്നല്ല. എത്ര ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസിന്റെ വളരെ പ്രസിദ്ധനായ ഫുട്ബോൾ പ്ലെയറാണ് ഫ്രാങ്ക് റിബറി. ലോകം മുഴുവൻ ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹമാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അതിന്റെ കാരണം അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തെ ചികിത്സിച്ച ഒരു പെൺകുട്ടി, ഡോക്ടർ, മുസ്ലിമായ ഒരു പെൺകുട്ടി ഡോക്ടർ, അദ്ദേഹത്തെ ചികിത്സിച്ചത് അവളായിരുന്നു. അവളുടെ പ്രബോധന ദഅവത്തിലൂടെയാണ് ഇദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നത്. കഴിഞ്ഞ റമദാനിൽ ഉംറ ചെയ്യാൻ പോയ സമയത്ത് അദ്ദേഹം തവാഫ് ചെയ്യാണ്. നമ്മളെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുക. അന്ന് ആലോചിച്ച് നോക്കൂ. ഫ്രാങ്ക് റിബറി എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ കളി കാണാൻ കാത്തിരിക്കുന്നവരുണ്ട്. പക്ഷേ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരുള്ള ഫ്രാങ്ക് റിബറി കഅബയുടെ ചുറ്റും ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച് ആകാശത്തേക്ക് കൈകൾ നീട്ടി കരഞ്ഞ് തവാഫ് ചെയ്യുന്നൊരു രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ബ്രിട്ടനിലെ ഭരണാധികാരിയായിരുന്ന ടോണി ബ്ലെയറിന്റെ സഹോദരിയാണ് ലോറൻ ബൂത്ത്. അവരാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. നേപ്പാളിലെ വളരെ പ്രസിദ്ധയായ സിനിമാ താരമായിരുന്ന പൂജ ലാമ ബോധം നഷ്ടപ്പെടുന്നത് വരെ മദ്യപിച്ചിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. 4 ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു സദാചാര ബോധമോ ധാർമ്മിക ബോധമോ ഇല്ലാതെ ജീവിച്ചിരുന്ന പൂജ ലാമ ഖത്തറിലേക്ക് ഒരു സിനിമാ ഷൂട്ടിങ്ങിന് പോയതാ. അവിടെ വെച്ചൊരു പണ്ഡിതനുമായി ആകസ്മികമായി സംസാരിക്കാൻ സമയം കിട്ടിയപ്പോഴാണ് പൂജ ലാമ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. നേപ്പാളിൽ തിരിച്ചു വന്ന പൂജ ലാമ ആദ്യം ചെയ്തത്, ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക. എന്നിട്ട് അംന ഫാറൂഖിയാണ് എൻ്റെ പേര് എന്ന് പറഞ്ഞു, ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇതാണ് ഇസ്ലാമിക ലോകം എന്ന് പറഞ്ഞാൽ. എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇസ്ലാം കിട്ടുന്നത്? ഇസ്ലാമിന്റെ ചെറുപ്പക്കാരാണ്, ചെറുപ്പത്തിന്റെ രക്തമാണ് ഇന്ന് ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നത്. ഇവിടെ അധ്യക്ഷ വഹിക്കുന്ന പ്രിയങ്കരനായ അസീസ് മാഷിന്റെ മകനും മരുമകളും അമേരിക്കയിൽ ജീവിക്കുന്നുണ്ട്. ജസീലും അദ്ദേഹത്തിന്റെ ഭാര്യ നിഷാനയും. ഞാൻ നിങ്ങളുടെ നാട്ടിലുള്ള 2 ആളുകളുടെ ഉദാഹരണം പറയാം. അവര് സെക്കൻഡുകൾക്ക് ശമ്പളം വാങ്ങാൻ പറ്റിയ ആൾക്കാരാ. അത്രയും വലിയ ജോലി ചെയ്യുന്ന, അത്രയും വിലപിടിപ്പുള്ള രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഓരോ സെക്കൻഡും അവർക്ക് വിലപ്പെട്ടതാ. പക്ഷെ ആ സെക്കൻഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് അവർ 2 പേര് ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിറഞ്ഞിരിക്കുന്നത്. 5000-ഓളം ആളുകൾ സ്ഥിര വായനക്കാരായി മാറിയ ഒരു വെബ്സൈറ്റ് അവർ 2 പേരും ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകം മുഴുവനും 103 രാജ്യങ്ങളിൽ നിന്നാണ് ആ വെബ്സൈറ്റിലെ ആളുകൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. സമയം ചെലവഴിക്കുക.
അവനവൻ്റെ ആരോഗ്യവും അറിവും കഴിവും ലോകത്തിൻ്റെ ഏത് ഭാഗത്തിലേക്ക് എത്തിയാലും, എത്ര വലിയ ശമ്പളക്കാരായി മാറിയാലും, എത്ര ഉയരങ്ങളിലെത്തിയാലും ഈ ദീനിനെയും ഈ ദീനിൻ്റെ പ്രബോധനത്തെയും വിസ്മരിക്കാതെ ഈ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന നമ്മുടെ ചുണക്കുട്ടികളാണ് ഇന്ന് ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കൂട്ടത്തിൽ നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് മക്കളുണ്ടാകണം. നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവണം. അവർക്ക് ചെയ്യാൻ നമ്മളെക്കാളധികം കഴിയും. അതാണ് എൻ്റെ പ്രത്യേകത. ഇപ്പം ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ ഈ പ്രസംഗം കേൾക്കുന്നത് നിങ്ങളാണ്, ഇത്രയും ആളുകൾ. എന്നാൽ നമ്മുടെ ഒരു കുട്ടി ഈ പ്രസംഗം അല്ലെങ്കിൽ ഇതിന് മുമ്പ് നടന്നൊരു പ്രസംഗം അവൻ്റെ മൊബൈൽ ക്യാമറയിൽ അത് റെക്കോർഡ് ചെയ്യുന്നു. അവൻ്റെ മൊബൈൽ ഉപയോഗിച്ച് അവനത് റെക്കോർഡ് ചെയ്യുന്നു. എന്നിട്ട് അവൻ ഇൻ്റർനെറ്റിലെ യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ കമ്മ്യൂണിറ്റി ഉണ്ട്. അവൻ അതിലേക്ക് കൊണ്ടുപോയി അത് കയറ്റിക്കഴിഞ്ഞാൽ ലോകം മുഴുവനും ലക്ഷക്കണക്കിന് ആളുകൾ, മലയാളം അറിയുന്ന ആരൊക്കെ ഉണ്ട് അവരൊക്കെ അതിൽ സന്ദർശകരായി മാറും. കൊല്ലങ്ങളോളം അത് അവിടെ ഉണ്ടാവും. ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടുകൊണ്ടിരിക്കും. നമ്മൾക്ക് ഈ പരിപാടി സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ, പക്ഷെ നമ്മളെ കുട്ടിക്ക് ഈ പരിപാടി ലോകം മുഴുവൻ എത്തിക്കാൻ കഴിയും. അതാണ് പുതിയ കാലം എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ബോധമുള്ള മക്കൾ നമ്മളെ ഉള്ളിൽ നിന്ന് വരണം. MSc മാത്സ് കഴിഞ്ഞ കുട്ടികൾ നമ്മളെ കൂട്ടത്തിലുണ്ടാവും. നമ്മൾ പഠിപ്പിക്കും. കുട്ടികൾ എന്താ പഠിക്കണത്? ഓൻ MSc മാത്സ് പഠിക്കുന്നത് പറയും. പക്ഷെ MSc മാത്സ് കഴിഞ്ഞ ആ കുട്ടിക്ക് നമ്മുടെ നാട്ടിലെ ഒരുപാട് സ്വത്ത് തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിയും. സ്വത്ത് തർക്കങ്ങളുണ്ടല്ലോ, അത് അധികം ആൾക്കും അറിയില്ല. ഭയങ്കര ടഫുള്ള പ്രയാസമുള്ളൊരു സംഭവമാണ് അത് വീതം വെക്കുക എന്നുള്ളത്. പക്ഷെ MSc മാത്സ് കഴിഞ്ഞ ഒരാൾക്ക് വളരെ എളുപ്പമായിരിക്കും അത്. അതിൻ്റെ കുറേ ടേംസും കാര്യങ്ങളുണ്ട്, അത് അവർക്ക് വേഗം മനസ്സിലാവും. പക്ഷെ അതിനെന്ത് വേണം? നമ്മളെ കുട്ടികൾക്ക് ഈ ഒരു ബോധം കൂടി വേണം. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിക പ്രബോധന രംഗത്ത് അവർക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്നു. ഡോക്ടർ സാക്കിർ നായിക്ക് ബോംബെയിൽ ഒരു സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു 2 വർഷം മുമ്പ്. എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന. അപ്പോൾ അതിന് പോയ സമയത്ത് അതിൻ്റെ അവസാനത്തെ സെഷനിൽ അദ്ദേഹത്തിൻ്റെ ഉപ്പ ഒരു 5 മിനിറ്റ് നേരെ സംസാരിച്ചു. സാക്കിർ നായിക്കിൻ്റെ ഉപ്പ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്, അബ്ദുൽ കരീം നായിക്ക്. അദ്ദേഹം 5 മിനിറ്റ് നേരെ സംസാരിച്ചത് എന്താണെന്നറിയോ? നാളെ ഞാൻ അള്ളാൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അള്ള എന്നോട് ചോദിക്കും, എന്താണ് നിനക്ക് ഭൂമിയിൽ നിന്ന് സമ്പാദ്യമുള്ളത് എന്ന്. എന്താണ് ഉണ്ടാക്കിയെന്ന് ചോദിക്കും എന്നോട്. എന്ത് സമ്പാദ്യമാണ് എനിക്ക് ഭൂമിയിൽ നിന്നുള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ ചൂണ്ടിക്കാണിക്കുക എൻ്റെ മകൻ സാക്കിറിനെ ആയിരിക്കുന്നു. ഇത് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞു അദ്ദേഹം. എൻ്റെ മകൻ സാക്കിർ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വലിയ നേട്ടമാണ്. കാരണം എൻ്റെ ചോരയിൽ പിറന്ന എൻ്റെ മകൻ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഉണ്ട് എന്നുള്ളത് അതിനേക്കാളും വലിയൊരു നേട്ടം എനിക്കില്ലാന്ന് ഒരു ഉപ്പ ലോകത്തെ നോക്കിയിട്ട് അഭിമാനത്തോടു കൂടി വിളിച്ചു പറയുമ്പോൾ, അങ്ങനെ അഭിമാനത്തോടു കൂടി ഓർക്കാൻ നമുക്കൊരു മകനോ മകളോ അവിടെ ഉണ്ടാവണം. ഒന്നും വേണ്ട, അവരുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാവും, അവരുടെ വീട്ടിൽ ഇൻ്റർനെറ്റ് ഉണ്ടാവും, അത് മതി. അവർക്ക് ചെയ്യാൻ കഴിയുന്ന മേഖലകൾ എത്ര ഉണ്ടെന്ന് അറിയുങ്ങൾ. പക്ഷെ അതേ മൊബൈലിനെയും അതേ ഇൻ്റർനെറ്റിനെയും ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ അവർക്ക് ഏറ്റവും മോശമായ വഴികളിലേക്കും കടന്നു പോകാം. പക്ഷെ ആ വഴിയാണ് ഇന്ന് അധികം ആളുകളും തിരഞ്ഞെടുക്കുന്നത് എന്ന് മാത്രം. അപ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അതൊരു സംഘടനയുടെ പേരല്ല, അതൊരു സംസ്കാരത്തിൻ്റെ പേരാണ്. അതൊരു സംസ്കാരമാണ്. ആ സംസ്കാരം എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ പ്രസ്ഥാന പ്രവർത്തനത്തെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചാൽ അതാണ് ഈ ലോകത്തോടും നമ്മൾ ജീവിക്കുന്ന കാലത്തോടും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. വാഴക്കാട്ട് അറബി കോളേജ് തുടങ്ങി, അരീക്കോട്ട് സ്കൂൾ തുടങ്ങി, കോഴിക്കോട്ട് ഖുർആൻ ക്ലാസ് തുടങ്ങി, തിരൂരങ്ങാടിയിൽ യത്തീംഖാനയും തുടങ്ങി. ആരാ തുടങ്ങിയത്? നമ്മളെ തുടങ്ങി. ഒരേ കാലത്ത് യത്തീംഖാന തുടങ്ങുന്നു, അതേ കാലത്ത് വനിതകൾക്ക് പ്രവേശനമുള്ള വനിതാ കോളേജുകൾ സംഘടിപ്പിക്കുന്നു, അതേ സമയത്ത് വനിതകൾക്ക് പ്രവേശനമുള്ള പള്ളികൾ പണിയുന്നു. ഇതൊക്കെ ഒരേ കാലത്ത് തന്നെ നമ്മൾ നിർവഹിക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രസ്ഥാന പ്രവർത്തനത്തിന്റെ പ്രത്യേകത. അതാണ് നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുന്നത്. അത് വെറുതെ രസത്തിന് വേണ്ടി പറയണല്ല. എന്താ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന്റെ എല്ലാ പുരോഗതിയും, വിദ്യാഭ്യാസപരമാകട്ടെ, സാംസ്കാരികമാകട്ടെ, ആദർശപരമാകട്ടെ, വൈജ്ഞാനികമാകട്ടെ, വനിതകളുടെ രംഗമാകട്ടെ, ഇതൊക്കെ പുരോഗതിപ്പെടുത്തുക. അതിനാണ് നവോത്ഥാനം എന്നറിയാം. അതല്ലാതെ ഏതെങ്കിലും ഒരു വശം മാത്രം ഉയർത്തിപ്പിടിച്ച് ഞങ്ങളൊക്കെ നവോത്ഥാനത്തിന്റെ ആൾക്കാരാണെന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. അതല്ല നവോത്ഥാനം. ഇനിയിപ്പോൾ നമ്മൾ നവോത്ഥാനത്തിന്റെ ആൾക്കാരല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ നമ്മളാണ് നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ ഒരു സമൂഹത്തെ എല്ലാ വഴിയിലേക്കും വളർത്തിക്കൊണ്ടുവന്നു എന്നതാണ് നമ്മുടെ പ്രത്യേകത. KM മൗലവി എന്ന് പറഞ്ഞ മഹാനായ പണ്ഡിതനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അദ്ദേഹം നമ്മുടെ കേരള നദ്വത്തുൽ മുജാഹിദിന്റെ 1ാമത്തെ പ്രസിഡന്റാണ്. അതേ സമയത്ത് അദ്ദേഹം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. മരിക്കുന്നത് വരെ അദ്ദേഹം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ഒരു ദിവസം
ആദർശ രംഗത്ത് ഒരുപാട് എതിർപ്പുകൾ നേരിട്ട വ്യക്തിത്വമാണ് കെ.എം. മൗലവി. ഒരു ദിവസം അദ്ദേഹം തിരുവങ്ങാടി കൂടെ ഇങ്ങനെ നടന്നു പോണ സമയത്ത് ഒരാൾ ചാണകം കലക്കിയ വെള്ളം അദ്ദേഹത്തിന്റെ മുകളിലേക്ക് ഒഴിച്ചു. ഒരു ചെറിയ പഞ്ചായത്തിലോട്ട് കൂടെ ഇങ്ങനെ പോവാണ്. ആ സമയത്ത് മുകളിൽ നിന്ന് ഒരാൾ ചാണകം കലക്കിയ വെള്ളം കെ.എം. മൗലവിയുടെ മുകളിലേക്ക് ഒഴിച്ചു. അതാരാണ് ഒഴിച്ചതെന്ന് അദ്ദേഹം നോക്കിയില്ല. കാരണം ഇനിയിപ്പോൾ അയാളെ കാണുമ്പോൾ അയാളോടൊരു ദേഷ്യം വരണമെന്ന് വിചാരിച്ച് കെ.എം. മൗലവി എല്ലാം നടന്നുപോയി. അങ്ങനെ വീട്ടിൽ ചെന്ന് കുളിച്ച് വസ്ത്രമൊക്കെ മാറ്റി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വരുന്നുണ്ട്. അയാൾ പറഞ്ഞു, ഞാനാണ് ആ ചാണകവെള്ളം ഒഴിച്ചത്, എനിക്ക് മാപ്പ് തരണം. കെ.എം. മൗലവി പറഞ്ഞു, ഞാൻ അപ്പം തന്നെ മാപ്പ് വന്നിട്ടുണ്ട്, എൻ്റെ മനസ്സിലതില്ല, മാപ്പ് വന്നിട്ടുണ്ട്. ആ വന്ന് പറഞ്ഞ ആരായിരുന്നു എന്നറിയോ? എം.കെ. ഹാജി റഹ്മഹുല്ലാ. ആ എം.കെ. ഹാജിയും കെ.എം. മൗലവി ഒരുമിച്ച് ചേർന്നപ്പോൾ സംഭവിച്ചതാണ് തിരൂരങ്ങാടി യത്തീംഖാന എന്നാണ്. ആ തിരൂരങ്ങാടി യത്തീംഖാനയിൽ നിന്ന് പഠിച്ചു വളർന്ന ആളാണ് പിന്നീട് കേരളത്തിന്റെ MLA പോലും ആയി തീർന്ന KP രാമൻ മാസ്റ്റർ. മുസ്ലിമല്ല, KP രാമൻ മാസ്റ്റർ പിന്നീട് MLA ആയിട്ടുണ്ട്. അദ്ദേഹം പഠിച്ചത് തിരൂരങ്ങാടി യത്തീംഖാന. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കേരളത്തിലെ നവോത്ഥാന പ്രബോധന രംഗത്തും കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തും സ്വാതന്ത്ര്യ സമര രംഗത്തുമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരാളാണ് അദ്ദേഹം. കൊടുങ്ങല്ലൂരിലെ എറിയാട് എന്ന് പറഞ്ഞ സ്ഥലത്തെ ഏറ്റവും വലിയ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ആളാണ്. ഏറ്റവും വലിയ പൈസക്കാരുടെ ഒരു കുടുംബമാണ്. 25,000 രൂപ അന്ന് വാർഷിക വരുമാനം കിട്ടാൻ മാത്രം തേങ്ങ ഉണ്ടായിരുന്നു, നാളികേരത്തിന്റെ തോട്ടം ഉണ്ടായിരുന്നു ആ കുടുംബത്തിന്. അപ്പൊ ആ കുടുംബത്തിന്റെ ഒരു അവസ്ഥ എത്രയായിരിക്കും? കഴിഞ്ഞ മാസം അദ്ദേഹത്തിന്റെ വീട് കാണാൻ വേണ്ടി പോയി. ആ വീട് 3 തട്ടുള്ള വീടാണ്. 3 തട്ടുള്ള വീട് അന്ന് സാധാരണ ഉണ്ടാക്കുന്നത് അവിടെയുള്ള ആളുകൾ പറഞ്ഞു ഈ നാളികേരവും നെല്ലും ഇതൊക്കെ സംഭരിച്ചു വെക്കാനാണ് വലിയൊരു ഭാഗം അവർ ഒഴിവാക്കിയാണ്. അത്രയും വലിയൊരു കുടുംബമായിരുന്നു. ആ കുടുംബത്തിലെ മൂത്ത കുട്ടിയായി ജനിച്ച മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്ന് നമ്മൾ പറയുന്ന കുഞ്ഞി മുഹമ്മദ് എന്ന യഥാർത്ഥ പേരുള്ള ആ മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന് ബാക്കിയായിട്ടുണ്ടായിരുന്നത് ഒരു കോട്ട് വസ്ത്രവും ഒരു വട്ടക്കണ്ണടയും 2 തുകൽപ്പെട്ടിയും മാത്രമായിരുന്നു. ഒരു ബാങ്ക് ബാലൻസും ഇല്ലായിരുന്നു. പരമഭക്തനായി ജീവിച്ച ഒരാളായിരുന്നു അദ്ദേഹം. KP കേശവമേനോൻ പറഞ്ഞിട്ടുണ്ട്, മാതൃഭൂമിയുടെ സ്ഥാപകൻ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാനും സാഹിബ് ഒരുമിച്ച് ജയിലിൽ കിടക്കുമ്പോൾ പോലും അദ്ദേഹം തിങ്കളാഴ്ചയിലെയും വ്യാഴാഴ്ചയിലെയും നോമ്പ്, സുന്നത്ത് നോമ്പ് ഒഴിവാക്കാറില്ല. ഒരു നിസ്കാരം പോലും സമയം തെറ്റിച്ച് നിസ്കരിക്കാറില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ബീവാത്തു ഗർഭിണിയായിരിക്കെ വസൂരി പിടിച്ചാണ് മരിച്ചത്. ആ ഭാര്യയോടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സ്നേഹവും അവരോടുണ്ടായിരുന്ന ആ അദമ്യമായ ഇഷ്ടവും എത്രയാണ് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല, അത്രയുണ്ടായിരുന്നു. ആ ഭാര്യയോടുള്ള ഇഷ്ടവും ഭാര്യയോടുള്ള അടുപ്പവും മാത്രം വിശദീകരിച്ചുകൊണ്ട് കേരളത്തിലൊരു നോവൽ പോലും ഇറങ്ങിയിട്ടുണ്ട്. അബ്ദുറഹ്മാൻ സാഹിബും ഭാര്യയും തമ്മിലുള്ള ആ ഈടുറ്റ സ്നേഹബന്ധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്. ഭാര്യ വസൂരി പിടിച്ച് മരിച്ചു. ഭാര്യ വീടിന്റെ മുകളിലാ മയ്യത്ത് കിടക്കുന്നത്. ആ ഭാര്യയെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ പുടവ കൊണ്ട് ഭാര്യയെ മൂടി ആ ഭാര്യയുടെ മയ്യത്തുമായി വീടിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് NP അബു സാഹിബ് എഴുതിയിട്ടുണ്ട്. ഒരാൾക്ക് പോലും കാണാൻ കൊടുത്തില്ല ഭാര്യയെ. ഒരാളെ പോലും മുകളിലേക്ക് വരാനും സമ്മതിച്ചില്ല. അദ്ദേഹത്തോട് പല ആളുകളും പറഞ്ഞു, നിങ്ങൾ വേറെ കല്യാണം കഴിക്കുന്ന പല ആളുകളും, കോഴിക്കോട്ടെ സമ്പന്നരായ ആളുകൾ പോലും അവരുടെ മക്കളെ കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ബീവാത്തുവെ ഞാൻ സ്വർഗത്തിൽ വെച്ച് കണ്ടോളാം. സ്വർഗത്തിൽ വെച്ച് എനിക്ക് എന്നെ അവകാശവാദം ഉന്നയിക്കുന്ന വേറൊരു സ്ത്രീ ഉണ്ടാകാൻ പാടില്ല, എൻ്റെ ബീവാത്ത് ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ അത്രയും ഒരു മതരംഗത്ത് കാണിക്കുന്ന കർശനമായ നിഷ്ഠയും ജീവിതരംഗത്ത് കാണിക്കുന്ന വിശുദ്ധിയും അതേസമയം ഈ രാജ്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടുകയും ചെയ്തു എന്നുള്ള. അദ്ദേഹം പഞ്ചാബിലേക്ക് കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി. അങ്ങനെ അദ്ദേഹത്തിന് പ്രസംഗിക്കാനുള്ളൊരു അവസരം ഉണ്ടായി. അരമണിക്കൂറാണ് കിട്ടിയത്. ആ അരമണിക്കൂർ നേരം മനോഹരമായ ഇംഗ്ലീഷിലും ഉറുദുവിലും അദ്ദേഹം അന്നത്തെ മലബാറിലെ സ്ഥിതി പറഞ്ഞു കൊടുക്കുകയാണ്. വസൂരി പിടിപെട്ടും മലബാർ കലാപത്തിന്റെ കാരണം കൊണ്ട് ഒരുപാട് ആളുകൾ മരിച്ചുപോയി. അവരുടെ മക്കൾ അനാഥരായ കുട്ടികളുണ്ട്, അവരുടെ വിധവകളായ സ്ത്രീകളുണ്ട്. അവരെ ഒന്നും സംരക്ഷിക്കാൻ ഞങ്ങൾക്കൊരു കേന്ദ്രമില്ല, ഒരു സ്ഥാപനമില്ല എന്ന് കരഞ്ഞുകൊണ്ട് പ്രസംഗിച്ചു അദ്ദേഹം. പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവിടെയുള്ള പൈസക്കാരായ ആളുകളൊക്കെ അദ്ദേഹത്തോട് വന്നിട്ട് ചോദിച്ചു, എത്ര പൈസ നിങ്ങൾക്ക് വേണ്ടത്? അവര് കൊടുത്ത ആ പൈസ ആയിട്ടാണ് അദ്ദേഹം കോഴിക്കോട്ട് വന്നിട്ട് കരിവണ്ടി ഇറങ്ങിയത്. കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയതാ. തിരിച്ചു വരുമ്പോ JDT ഇസ്ലാം യത്തീംഖാനക്ക് പൈസ ഇട്ടാ വരുന്നത്.
ഇന്ന് നമ്മൾ വെള്ളിമാട് കുന്നിൽ ചെന്ന് നോക്കിയാൽ എത്രയെത്ര സ്ഥാപനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന JDT നമ്മൾ കാണുന്നുണ്ട്. ഇതായിരുന്നു അതിൻ്റെ തുടക്കം. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന് അള്ളാഹുവിൻ്റെ അടുത്ത് കാണിച്ചു കൊടുക്കാനുള്ള ഏറ്റവും നല്ല ഒരു സൗഭാഗ്യമാണ്, നേട്ടമാണ് JDT ഇസ്ലാം യത്തീംഖാന. അള്ളാഹു അത് സ്വീകരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ കുറെ മനുഷ്യന്മാർ, ത്യാഗീവര്യന്മാരായ ആളുകൾ, സ്വന്തം ജീവിതത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി പോരാടിയ മഹോന്നതരായ ആളുകൾ, ആ ആളുകളുടെ ആയിരുന്നു നമ്മുടെ പ്രസ്ഥാനം. അലവി മൗലവി റഹ്മത്തുള്ള അബ്ദുസ്സലാം സുല്ലമിയുടെയും ജമീല ടീച്ചറുടെയും ഉപ്പ, അദ്ദേഹം പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ വലിയൊരു നേതാവായിരുന്നു. AICCയുടെ മെമ്പറായിരുന്നു അദ്ദേഹം. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അന്നത്തെ മെമ്പർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് എറണാകുളത്ത് ഒരു ഓഫീസ് പോലും ഉണ്ടായിരുന്നു. രാഷ്ട്രീയം കൊണ്ട് വേണമെങ്കിൽ ജീവിക്കായിരുന്നു, അല്ലെങ്കിൽ മതം കൊണ്ട് വേണമെങ്കിലും ജീവിക്കായിരുന്നു. രണ്ടുകൊണ്ടും ജീവിച്ചിട്ടില്ല. അദ്ദേഹം മരിച്ച ദിവസം മയ്യത്ത് കാണാൻ വേണ്ടിയിട്ട് അന്നത്തെ KNMന്റെ പ്രസിഡന്റായിരുന്ന സാലേ സേട്ട് വന്നു. സാലേ സേട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു മുസ്ലിം ലീഗിന്റെ നേതാവാണ്, രാജ്യസഭ MP ആയിരുന്നു അദ്ദേഹം. അത്രയും വലിയൊരാള് മയ്യത്ത് കണ്ടിട്ട്, ജനാസ കണ്ടിറങ്ങിയിട്ട് പൊട്ടിക്കരഞ്ഞുപോയി. അപ്പൊ അദ്ദേഹത്തെ പിടിച്ച് 3-4 ആളുകൾ ഒരു കസേരയിൽ കൊണ്ടിരുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ, ഞാൻ എന്തിനാണ് കരയണത് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ കരയണത്, ഞാൻ പലവട്ടം ഈ ഇടവണ്ണിൽ വന്നിട്ടുണ്ട്. അലവി മൗലവി എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. പക്ഷെ ഒരു ദിവസം പോലും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എന്നെ വിളിച്ചുകൊണ്ടിട്ടില്ല എന്ന്. എനിക്ക് വലിയ സങ്കടം ഉണ്ടായിരുന്നു അതെന്താണ്. പക്ഷെ എപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്, അലവി മൗലവിക്ക് ഒരു വീടില്ലായിരുന്നു എന്ന്. ഇദ്ദേഹത്തെ പോലെ വലിയ ആളെ കൊണ്ടുയിരുത്താൻ പറ്റിയ വീടില്ലായിരുന്നു എന്ന്. കിടപ്പുമുറിയും വായനാമുറിയും അടുക്കളയും ഒക്കെ ഒരു ചെറിയ ഓല കൊണ്ട് മേഞ്ഞ വീട് പുരയിരുന്നു. ഇതാണ് ജീവിതം കൊണ്ട് മുജാഹിദാവുക എന്ന് പറഞ്ഞത്. സംഘടന കൊണ്ട് മുജാഹിദാകാൻ വളരെ എളുപ്പമാണ്, ജീവിതം കൊണ്ട് മുജാഹിദാവുക എന്നുള്ളത് ഒട്ടും എളുപ്പമല്ല. അമ്മയ്ക്ക് കണ്ണുനീർ മാത്രം കൊടുത്തവൻ, നന്മയ്ക്ക് കണ്ണും കരുത്തും കൊടുത്തവൻ, പ്രിയമുള്ളതെല്ലാം ഒരു ഉജ്ജ്വല സത്യത്തിന് ഊർജമായി ഊറ്റിയോൻ, രക്തസാക്ഷി എന്നൊരു കവിതയുണ്ട്. അക്ഷരാർത്ഥത്തിൽ അതായിരുന്നു. അമ്മയ്ക്ക് കണ്ണുനീർ മാത്രം കൊടുത്തവൻ, നന്മയ്ക്ക് കണ്ണും കരുത്തും കൊടുത്തവൻ, പ്രിയമുള്ളതെല്ലാം ഒരു ഉജ്ജ്വല സത്യത്തിന് ഊർജമായി ഊറ്റിയോൻ, രക്തസാക്ഷി. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളൊക്കെ ആലോചിക്കേണ്ടത്, നമ്മൾ കാരണം ഈ പ്രസ്ഥാനത്തിന് എന്ത് കിട്ടിയെന്ന, പ്രസ്ഥാനം കൊണ്ട് നമുക്ക് എന്ത് കിട്ടിയെന്ന് ഒരു നിമിഷം പോലും നമ്മൾ ആലോചിക്കരുത്. അതേസമയം നമ്മളെ കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് എന്ത് കിട്ടിയെന്ന് ഓരോ നിമിഷവും നമ്മൾ ആലോചിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരേ ചരിത്രമുള്ള 2 പ്രസ്ഥാനങ്ങൾ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. മുജാഹിദ് എന്ന പേരിൽ ഒരേ ചരിത്രമുള്ള 2 പ്രസ്ഥാനങ്ങൾ. ആളുകൾ വിലയിരുത്തട്ടെ എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്ന്. കാണുന്ന മനുഷ്യനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാതെ കാണാത്ത ജീവികളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക ഒരു കൂട്ടർ, അല്ലേ? കാണുന്ന മനുഷ്യനെ കുറിച്ച് അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, കാണാത്ത ജീവികളെ കുറിച്ച് സംസാരിക്കാൻ അവർക്ക് താല്പര്യം. നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ടല്ല അവർ ആഘോഷിക്കേണ്ടത്, നവയാഥാസ്ഥിതികതയുടെ ഒരു പതിറ്റാണ്ടാണ് ആഘോഷിക്കേണ്ടത്. നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് ആഘോഷിക്കാൻ അവർക്ക് അവകാശമില്ല. അതിനൊക്കെ പിറകോട്ട് വലിച്ചവരാണവർ. നവോത്ഥാനത്തിന്റെ എല്ലാ കുളിർക്കാറ്റിനെയും തീക്കാറ്റാക്കി മാറ്റിയവരാണവർ. നവോത്ഥാന പ്രസ്ഥാനത്തെക്കുറിച്ചും അതിന്റെ ചരിത്രത്തെക്കുറിച്ചും പറയാനുള്ള എല്ലാ അവകാശവും സ്വയം തിരസ്കരിച്ചവരാണവർ. അവരാഘോഷിക്കേണ്ടത് നവയാഥാസ്ഥിതികത്വത്തിന്റെ ഒരു പതിറ്റാണ്ടാണ്. അങ്ങനെ സമൂഹം വിലയിരുത്തട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മളെ കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് എന്ത് കിട്ടിയെന്ന് നമ്മൾ ഓരോ നിമിഷവും ആലോചിക്കുക. അങ്ങനെ പ്രബോധന മാർഗത്തിൽ നിറഞ്ഞു നിന്ന് ആ വിയർപ്പ് തുള്ളികളോടുകൂടി ഈ ജീവിതത്തിൽ നിന്ന് കടന്ന് കഴിഞ്ഞു പോകാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിക മുഹമ്മദ് വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.